ദേവനാമം മാതൃമാറാകട്ടെ. നാം കൊലോസ്യ ലേഖനത്തിൽ നിന്നാണ് നാം പഠിച്ചു തുടങ്ങിയത്. കൊലോസ്യ ലേഖനത്തിലെ പ്രധാന വ്യക്തികളെ പരിചയപ്പെടുക എന്നുള്ള അതിൻ്റെ പ്രാരംഭ ഭാഗമാണ് നാം കഴിഞ്ഞ ആഴ്ചയിൽ ചെയ്തത്. അതിനു മുമ്പ് അതിൻ്റെ ആമുഖമായി ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. നമ്മൾ ആരെയൊക്കെക്കുറിച്ച് ചിന്തിച്ചതെന്ന് ഓർത്തിരിക്കുന്നുണ്ടോ? 4 പേരെയാണ് പറഞ്ഞത്. നമ്മുടെ കണക്കനുസരിച്ച് എനിക്ക് 8 പേരുണ്ട്. അത് ഇന്ന് തീർക്കണമെന്നാണ് വിചാരിക്കുന്നത്. 8 പേരെക്കുറിച്ച് ചിലരൊക്കെ വളരെ ഷോർട്ടായിട്ടുള്ള പ്രതിപാദനങ്ങളെ ലേഖനത്തിലുള്ളൂ. എന്നാലും അത് ആരാണ് എന്നൊന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത് നമ്മുടെ ലേഖന പഠനത്തിൻ്റെ പ്രാഥമികമായൊരു കാര്യമായതുകൊണ്ടാണ് അത് പറയാനായിട്ട് ഇടയാകുന്നത്. ഇന്ന് നമ്മൾ ബർണ്ണബാസ് എന്ന് പറയുന്ന ആളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ബർണ്ണബാസിനെ നമുക്ക് വളരെ പരിചിതനായ ഒരു വ്യക്തിത്വമാണ്. നമുക്കറിയാം, പ്രബോധനപുത്രൻ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ബർണ്ണബാസ്. ദൈവവചനം വായിച്ചിട്ടുള്ള എല്ലാവർക്കും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ബ്രദറൻകാരോട് ബർണ്ണബാസിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സാധാരണ നമ്മുടെ സുവിശേഷ പ്രവർത്തനത്തിനൊക്കെ മോട്ടിവേഷനായിട്ട് ബർണ്ണബാസിൻ്റെ കഥയൊക്കെ ആളുകൾ പറയാറുണ്ട്. പ്രബോധനപുത്രൻ എന്നാണ് ബർണ്ണബാസ് എന്നുള്ള പേരിൻ്റെ അർത്ഥം. കുപ്രോസ് ദ്വീപുകാരനാണെന്നാണ് പറയുന്നത്. ആധുനിക കുപ്രോസ് എന്ന് പറയുന്നത് സൈപ്രസ് എന്ന് പറയുന്ന സ്ഥലമാണ്. സൈപ്രസ് എന്ന് പറയുന്നത് ഒരു ദ്വീപാണ്. നാം അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 36-37 വാക്യങ്ങൾ പെട്ടെന്ന് നമുക്കൊന്ന് വായിക്കാം. പ്രബോധനപുത്രൻ എന്ന് അർത്ഥമുള്ള ബർന്നബാസ് എന്ന് അപ്പൊസ്തലന്മാർ മറുപേർ വിളിച്ച കുപ്രദ്വീപുകാരനായ യോസെഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റു പണം കൊണ്ടുവന്ന് അപ്പൊസ്തലന്മാരുടെ കാൽക്കൽ വച്ചു. ഈ പ്രബോധനപുത്രൻ എന്ന് പറയുന്ന ബർന്നബാസ് ഒരു പ്രബോധനക്കാരൻ മാത്രമല്ല, ഈ പ്രബോധിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്ന ഉന്നതമായൊരു വ്യക്തിത്വമാണ് ബർന്നബാസിന് ഉണ്ടായിരുന്നത്. ബർന്നബാസിന്റെ ആദ്യത്തെ പ്രവൃത്തി അപ്പോസ്തല പ്രവൃത്തിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് പറഞ്ഞത്? തൻ്റെ നിലം വിറ്റ് പണം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വിറ്റ്. അപ്പോസ്തലന്മാരുടെ കാൽക്കൽ ആ നിലം വിറ്റ പണം കൊണ്ടുവന്ന് ബർന്നബാസ് സമർപ്പിച്ചു. പ്രബോധനം മാത്രമല്ല, അത് പ്രവൃത്തിപഥത്തിൽ എന്ത് പ്രബോധിപ്പിക്കുന്നു അത് സ്വയം അനുഷ്ഠിക്കാൻ സാധിക്കുന്ന, അപ്പോസ്തലന്മാരുടെ ആദ്യകാല ഉപദേശങ്ങൾക്കനുസൃതമായി കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യത്തോടെയാണ് ബർന്നബാസ് അത് ചെയ്തത്. കർത്താവ് വരാൻ വൈകി എന്നുള്ളത് വേറെ വിഷയം. പക്ഷേ അതുകൊണ്ട് ബർന്നബാസിൻ്റെ പ്രവൃത്തി വൃഥാവായി പോകുന്നില്ല. വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ പരാമർശിക്കപ്പെടുന്ന ഉന്നത വ്യക്തിത്വത്തിൽ ഒരാളായിട്ട് അനേക ലേഖനങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന നിസ്തുലമായൊരു വ്യക്തിത്വമായി ബർന്നബാസ് നിൽക്കുന്നത് നമുക്ക് കാണാം. ആ ബർന്നബാസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് യോസഫ് എന്നായിരുന്നു. ലേവ്യനായിരുന്നു. ലേവ്യ വംശത്തിൽപ്പെട്ട ഒരാളായിരുന്നു ബർന്നബാസ് എന്ന് നമുക്ക് കാണാം. ഈ ബർന്നബാസിന് വേറൊരു സംഭവം കൊണ്ടുണ്ട് ബർന്നബാസുമായിട്ട് ബന്ധപ്പെട്ട്. ബർന്നബാസ് അതുല്യനായ ഒരു പ്രാസംഗികന്. ബർന്നബാസിൻ്റെ വാക്കുകൾ കേട്ടിട്ട് ലുക്കവോന്യർ ഇദ്ദേഹത്തെ ഇന്ദ്രൻ എന്ന് വിളിച്ചു വളർന്നു. അത്രയും പ്രഭാപൂർണനായ ഒരു വ്യക്തിത്വത്തിനുടമ. അങ്ങനെ ആവുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമല്ല. നമ്മൾ മറ്റൊരാളിൽ നിന്ന് ബഹുമാനം പിടിച്ചു പറ്റുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ബർന്നബാസ് അത് സാധിച്ചിരുന്നു. ലുക്കവോന്യർ ഇദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ കണ്ടിട്ട് ഇദ്ദേഹം ഇന്ദ്രനാണെന്ന് പറഞ്ഞു. അത്രയും വലിയ ഒരു വ്യക്തിയായിട്ട് നമുക്ക് അദ്ദേഹത്തെ കാണാവുന്നതാണ്. അത് പറയുന്നത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായം 12-ാം വാക്യത്തിൽ അത് നമുക്ക് കാണാം. 14-12. ബർന്നബാസിന് ഇന്ദ്രൻ എന്നും പൗലോസ് മുഖ്യപ്രസംഗിയാകയാൽ അവന് ബുധൻ എന്നും പേർ വിളിച്ചു. ബുധൻ എന്നും പേർ വിളിച്ചു. പ്രസംഗി എന്നുള്ളത് നമ്മൾ സാധാരണ കാണുന്ന ഒരു പ്രയോഗമില്ല. പക്ഷെ പ്രസംഗി നമ്മൾ പറയും എപ്പോഴാണെന്നറിയാം, അതിൻ്റെ തൊട്ട് മുമ്പ് ഒരു വാക്കും കൂടെ കാണും. എന്തുവാണ്? അധിക പ്രസംഗി, അല്ലേ? ഇത് അധിക പ്രസംഗിയല്ല, ഇത് കൃത്യമായി പ്രസംഗിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് പ്രസംഗിയാകയാൽ, മുഖ്യ പ്രസംഗിയാകയാൽ പൗലോസിന് ബുധനെന്നും ബർന്നബാസിനെ നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ പ്രബോധനപുത്രനെന്നും ലുക്കോവനിൽ അവനെ വിളിച്ചത് ഇന്ദ്രൻ എന്നും വിളിക്കുവാനായിട്ട് ഇടയായിത്തീർന്നതായി നമുക്ക് കാണാം. ഈ കാലഘട്ടം എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള സുവിശേഷ പ്രവർത്തനങ്ങളുടെ കാലഘട്ടമല്ല. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ ഈ വിവരിക്കുന്ന സംഭവങ്ങൾ നടക്കുമ്പോൾ വലിയ കലുഷിതമായ ഒരു അന്തരീക്ഷമുള്ള കാലമാണ്. മതവൈര്യങ്ങളും മതസ്പർദ്ധയും ഒക്കെ വെച്ച് പുലർത്തുന്ന ആളുകളാണ് പൊതുവെ യഹൂദന്മാരും ഈ ഗ്രേക്കരും. അവർക്ക് പുതിയ ഒരു രീതി, പുതിയൊരു ജീവിത രീതി, പുതിയൊരു ദൈവസംബന്ധമായ പുതിയൊരു വീക്ഷണം, ഒരു പുതിയ സമീപനം, ഇതൊന്നും അത്ര സഹനീയമായിട്ടുള്ള കാര്യങ്ങളല്ല അക്കാലത്തും എക്കാലത്തും. എല്ലാ കാലത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ അത് വർദ്ധിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. ഇപ്പോഴൊക്കെ സുവിശേഷം എന്ന് കേട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് പരമപുച്ഛമാണ്. എനിക്ക് വളരെ രസകരമായി തോന്നിയ ഒരു കാര്യം,
നമ്മൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ തപ്പുമ്പോൾ അവിടെ ഈ മതസ്പർദ്ധ യോജിപ്പിക്കുന്നതായ ഏതെങ്കിലും വാർത്തകളൊക്കെ വന്നു എന്ന് വിചാരിക്കുക. അതിലൊരു ഭാഗത്ത് ക്രിസ്ത്യാനികളാണെങ്കിൽ പെന്തക്കോസുകാരോ ബ്രദറൻകാരോ ആണെങ്കിൽ, ബ്രദറൻകാരെ അടക്കം ഒരു പെന്തക്കോസുകാരെന്നാണ് ഈ ആൾക്കാർ പറയുന്നത്, അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അതിനടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്ന ബഹുഭൂരിപക്ഷം ആളുകളും നാമധേയ ക്രൈസ്തവരാണ്. അവരെന്താ പറയുന്നറിയോ? അവന്മാർക്ക് ഇത് കിട്ടിയാൽ പോരാ. ഒരു വിചിത്രമായ സംഗതിയാണ്. അവർ പറയുന്നത് ഈ സുവിശേഷ വിഹിത സഭകളിലുള്ള ആളുകൾ നടത്തുന്ന സുവിശേഷ പ്രവർത്തനങ്ങൾ അതൊരു മതപ്രചരണമാണെന്നും ആളുകളെ മതപരിവർത്തനം ചെയ്യുകയാണെന്നുമാണ് അവരുടെ വാദം. അതുകൊണ്ട് അവരുടെ സഭയിലുള്ള ആളുകളും അങ്ങനെ പോകുന്നു എന്നുള്ളതാണ് അവരുടെ പ്രധാന വിദ്വേഷത്തിന് കാരണം എന്നാണ് അവർ പറയുന്നത്. അവരുടെ വാദങ്ങളിൽ നിന്ന് നമുക്ക് അതാണ് മനസ്സിലാകുന്നത്. ഈ പറഞ്ഞ നാമധേയ ക്രൈസ്തവർ മുഴുവൻ യെരുശലേമിൽ നിന്നും മറ്റേ അന്ത്യോക്യയിൽ നിന്നും ഒക്കെ വന്നവരാണല്ലോ ഇവിടെ താമസിക്കുന്നത്. ഇവിടെ ആരും പരിവർത്തനം ചെയ്തവരല്ല, ഇവരെല്ലാം അവിടുന്ന് വന്ന ആളുകളാണെന്നാണ് ഈ മണ്ടന്മാർ വിശ്വസിക്കുന്നത്. അപ്പോൾ അവർ വിചാരിക്കുന്നത് ഈ പറഞ്ഞ ആളുകൾ മുഴുവൻ അവിടുന്ന് വന്നവരും ബാക്കിയുള്ള ആളുകൾ വേർപെട്ട ക്രിസ്ത്യാനികളിവിടെ മതപരിവർത്തനം നടത്തി അതിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയാണെന്നാണ്. ഒത്തിരി വർഷമൊന്നും ആയിട്ടില്ല ഈ സംഭവങ്ങളൊക്കെ തുടങ്ങിയിട്ടേ, അധികം വർഷങ്ങളൊന്നും ആയില്ല. ഇവിടെ തോമസ് ലീഗ വന്നെന്നാണ് ഇവർ പറയുന്നത്. ചരിത്രം പരിശോധിക്കുമ്പോൾ അതത്ര തെളിമയോടെ നമുക്ക് സമ്മതിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇവിടെ വന്ന് കാനായിത്തൊമ്മനാണെന്നുള്ളത് ചരിത്ര വസ്തുതയാണ്. പക്ഷെ അവർ പറയുന്ന തോമസ് ലീഗ വന്നെന്നും ഞങ്ങൾ പരിപൂർണമായും ശുദ്ധ രക്തമുള്ള ക്രിസ്ത്യാനികളാണെന്നുമാണ് അവർ പറയുന്നത്. വളരെ രസകരമായിട്ട് തോന്നുന്ന കാര്യമാണ്. ഇതേ വാദങ്ങൾ നമ്മുടെ വേർപാട് സഭകളിലും കടന്നു വരുന്നു എന്നുള്ളത് ഒരു വല്ലാത്ത സംഭവമാണ്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, ഞാൻ ഈ വാദം വെറുതെ പറഞ്ഞതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ബ്രദറൻ മാട്രിമോണി എന്നും പറഞ്ഞൊരു ഫേസ്ബുക്ക് പേജുണ്ട്. കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിലൊന്ന് കയറി നോക്കുക. അതിൽ ആൻസെസ്ട്രൽ റിലീജിയനോ മറ്റേ പറഞ്ഞ് ഒരു 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 ഭാഗമുണ്ട്, ഫില്ല് ചെയ്യാണ്. ആൻസെസ്റ്റർ, പൂർവികരായിട്ടുള്ള ആളുകൾ ഏത് വിഭാഗത്തിലായിരുന്നു. അതിലെഴുതിയിരിക്കുന്നത് പിന്നെ സിറിയൻ ഓർത്തഡോക്സ് ബ്രദറൻകാരാണ്. നല്ല 10 916 ബ്രദറൻകാർ മാട്രിമോണിയൽ കോളത്തിൽ എഴുതി വയ്ക്കുന്നതാണ്. ഞങ്ങളുടെ ആൻസെസ്റ്റേഴ്സ് ആരായിരുന്നു? സിറിയൻ ക്രിസ്ത്യാനികളായിരുന്നു. സോ വാട്ട്? കല്യാണാലോചന കൊണ്ട് വരുന്നവർ ഈ പറഞ്ഞ ആൾക്കാരാണ്, വന്നാൽ മതി എന്നാണ് ചുരുക്കം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, എല്ലാ ബ്രദറൻകാർക്കും കാണാവുന്ന ബ്രദറൻ മാട്രിമോണിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് കാണുന്നു. ചിലർ മറ്റ് ചില ജാതിയിൽ നിന്ന് വന്നവരാണെന്ന് എഴുതുന്നുണ്ട്. അവർക്കും ആ ജാതിയിൽപ്പെട്ട ആളുകളെ വേണ്ടു. പറയുന്നത് വേർപാടുകാരാണെന്ന്. എവിടുന്നാണ് വേർപെട്ടതെന്ന് മാത്രം നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ഇത്തരത്തിലുള്ള അനിഷ്ടകരമായിട്ടുള്ള, വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള, വളരെ പ്രതിലോമകരമായ ചിന്തകൾ പുലർത്തുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്നു. ഇതിൻ്റെ രസകരമായ കാര്യം, മുൻപ് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ ഇപ്പോൾ അത് പറയാൻ മടിയില്ല. ലജ്ജാകരമായ നിലപാടുകളിലേക്ക് വിശ്വാസ സമൂഹം മാറുന്നു എന്നുള്ളത് സങ്കടകരമായൊരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ മറ്റു മതവിഭാഗങ്ങളുമായി എന്ത് വ്യത്യാസമാണ് നമുക്കുള്ളത്? സിറിയൻ കാത്തലിക്സിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾക്ക് സിറിയക്കാരെ മാത്രം മതി എന്ന് പറഞ്ഞാൽ യവന്മാർ സിറിയ എന്ന് വന്നതാണോ ഇങ്ങോട്ട്? ഇവിടെ ഇന്ത്യയിലുണ്ടായിരുന്ന പെലേനും പറയനും ഉള്ളാടനും ചോവനും നായരും ഒക്കെ തന്നെയാണ് ക്രിസ്ത്യാനികളായിട്ടുള്ളത്. ആരും ബ്രാഹ്മണരൊന്നും ഇവിടെ ക്രിസ്ത്യാനികളായിട്ടില്ല. വെറുതെ പറയുന്ന ഈ പറഞ്ഞ ആളുകളൊക്കെ പിന്നെ പറയാണ് ഞങ്ങൾക്ക് സിറിയൻ ആൻസെസ്റ്റേഴ്സ് ഉണ്ട്, സോ വി വാണ്ട് സിറിയൻ ആൻസെസ്റ്റേഴ്സ് ഉള്ള ആളുകളെ ഞങ്ങൾക്ക് വേണ്ടു. എത്ര സങ്കടകരമായൊരു കാര്യമാണ്. വേർപാട് എവിടെയാണ് സഹോദരങ്ങളെ? അതുകൊണ്ട് നമ്മളെപ്പോലുള്ള ആളുകൾ ചിന്തിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളോട് അതിശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും, ഞാൻ പലവട്ടം ആലോചിച്ചതാണ് ഇറങ്ങി പോടേന്ന് അതിനടി കൊണ്ട് കമൻ്റ് ഇടട്ടെ. ഇനി ഇടാതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ നിലവാരം പോവുകയുള്ളൂ. ഇത്തരത്തിലുള്ള ആളുകൾക്കൊന്നും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. അവരങ്ങനെ തന്നെ ചിന്തിക്കുകയും അങ്ങനെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യും. അവർ സിറിയക്കാരെ തിരക്കി നടക്കും. സിറിയൻ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് സിറിയ എന്ന് വന്നവരാണെന്നാണ് ഇവർ വിചാരിക്കുന്നത്. ഏത് സിറിയ എന്നാണ് ഇവിടെ ക്രിസ്ത്യാനികൾ വന്നത്? ആരാണ് ഈ സിറിയൻ ആൻസിസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ? ചില മുസ്ലിങ്ങൾ വിചാരിക്കുന്നത് പോലെ പാണക്കാട് കുടുംബക്കാർ പിന്നെ ഇവിടുന്ന് സൗദി അറേബ്യയിൽ നിന്ന് വന്നതാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നവരാണെന്ന്. വല്ല പൈസയൊക്കെ കിട്ടിയപ്പം പരിവർത്തനം ചെയ്യപ്പെട്ട ആളുകളായിരിക്കും, പക്ഷേ അവർ അങ്ങനെ വിചാരിക്കുന്നത് ഒരു സങ്കടകരമായ കാര്യമാണ്. ബർണബാസ് അങ്ങനെയല്ല. ബർണബാസ് ഒരു നമ്മൾ ആദ്യം പറഞ്ഞതുപോലെയുള്ള ഒരു പാരമ്പര്യമുണ്ടായിരുന്ന ആളാണ്. അവരെ ഇവർ ലുക്കോവോന്യർ അവനെ ഇന്ദ്രൻ എന്ന് വിളിച്ചു. പക്ഷെ അവരത് ആ വിളിയൊന്നും അംഗീകരിച്ചതായി നാം പിന്നീട് വരുന്ന വേദഭാഗങ്ങളിൽ കാണുന്നില്ല. നാം അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം 24-ാം വാക്യം കൂടി ഒന്ന് വായിക്കാം. അവൻ
നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനും ആയിരുന്നു. വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു. അവിടെ വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. നാം സിറിയൻ ആൻസസ്ട്രി തപ്പിയല്ല പോകേണ്ടത്. പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറയുന്നതിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും കരണീയമായ സംഗതി. പൂർവിക ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ക്രിസ്തീയ രീതിക്ക് ചേർന്നതല്ല. പ്രത്യേകിച്ച് നാം വേർപെട്ടവരെന്ന് വിശ്വസിക്കുകയും അങ്ങനെ തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് വിചാരിക്കേണ്ടത്. വേർപാടുകാരെന്നായിരുന്നു നമ്മുടെ ആദ്യകാലത്തെ പേര്. ഇപ്പോഴത്തെ കാണുമ്പോൾ മറ്റുള്ളവരുമായിട്ട് വലിയ വേർപാടില്ലാത്ത പോലെയാണ് നമ്മുടെ പോക്ക്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടത് പൊതു പ്ലാറ്റ്ഫോമുകളല്ല, പ്രാദേശിക സഭകളാണ് ഇത്തരം കാര്യങ്ങളിൽ നിലപാടെടുക്കേണ്ടത്. ഈ മറ്റുള്ള സഭകളുടെ പോലെ നമുക്ക് മുകളിൽ നിന്ന് നിർദ്ദേശങ്ങളൊന്നും വരാനില്ല. പ്രാദേശിക സഭകൾ സ്വതന്ത്രമാണ്. പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ തീരുമാനമെടുക്കുകയും ഒരുമിച്ച് നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതാത് സഭകൾക്ക് സ്വതന്ത്രമായ നിലപാടുകളുണ്ട്. നമ്മുടെ ആരാധന രീതിയിൽ തന്നെ വ്യത്യാസങ്ങളുള്ള ചില സഭകളിൽ തന്നെ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ അതിൻ്റെ ക്രമത്തിലൊക്കെ ഉണ്ട്. ചിലർ ആദ്യം സങ്കീർത്തനം വായിക്കും, ചിലർ ആദ്യം സ്തോത്രം ചെയ്യും, രണ്ടാമത് പാട്ട് പാടും, ചിലർ ആദ്യം പാട്ട് പാടും, രണ്ടാമത് സ്തോത്രം ചെയ്യും, ചിലർ ആദ്യം കഷ്ടാനുഭവിച്ചെന്ന് പറയും, രണ്ടാമത് സ്തോത്രം ചെയ്യും. ഇതൊന്നും വ്യത്യാസങ്ങളല്ല, ഇതൊക്കെ ക്രമത്തിൽ മാത്രമുള്ള വ്യത്യാസങ്ങൾ. പൊതുവായിട്ടുള്ള ഒരു ധാരയുണ്ട്. എന്നാൽ പ്രാദേശിക സഭകൾ ഇത്തരം പ്രമാദമായ വിഷയങ്ങളിൽ അതിശക്തമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. ആരെ കല്യാണം കഴിക്കണം, ആരെ കഴിക്കാതിരിക്കണം എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ വ്യക്തിനിഷ്ഠമായ കാര്യങ്ങളാണ്. അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എനിക്ക് ഇന്ന ആളുകളെ മതി എന്ന് പറയുകയും അതിനെ ബ്രദർ ആൻഡ് മാട്രിമോണി പോലെ എല്ലാവരും പെരുമാറുന്ന ഒരിടത്ത് ആർക്കും കാണാവുന്ന തരത്തിൽ പ്രക്ഷേപണം ചെയ്യുകയും ചെയ്യുന്നത് വളരെ മോശപ്പെട്ട ഒരു പ്രവണതയാണ്. അത് മുളയിലെ നുള്ളേണ്ട ഒരു കാര്യമാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിൻ്റെ കാര്യം. അപ്പോൾ ഈ സ്റ്റെഫാനോസിൻ്റെ കാലത്ത് ചിതറിപ്പോയിരുന്ന ആളുകൾ സ്റ്റെഫാനോസിൻ്റെ കാലത്ത് ചിതറിപ്പോയിരുന്ന പറഞ്ഞാൽ സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നല്ലോ. അതിനുശേഷം വലിയൊരു കലാപസമാനമായ അന്തരീക്ഷം അവിടെ ഉണ്ടായി. സഹോദരങ്ങളെ തലങ്ങും വിലങ്ങും ഓടിച്ചു. പലരും ഓടിപ്പോയി. അവരോടി രക്ഷപ്പെടാനായിട്ട് ഇടയായിത്തീർന്നു. ആ കാലത്ത് കടന്നു പോയിരുന്ന ആളുകൾ യഹൂദന്മാരോടല്ലാതെ ആരോടും സുവിശേഷം പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊല്ലുമായിരുന്നു. അത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് 24-ാം വാക്യത്തിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. ഫൊയ്നീക്യ, കുപ്രോസ്, അന്ത്യോക്യ മുതലായ സ്ഥലങ്ങളിൽ പോയി അവിടെയുള്ള യഹൂദന്മാരോട് സുവിശേഷം പറയാനിടയായതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. യെരുശലേമിലെ സഭ മൊത്തമായിട്ട് ചിതറിപ്പോയി എന്ന് നമുക്ക് അവിടെ കാണാവുന്നതാണ്. ഈ സമയത്ത് യെരുശലേമിൽ നിന്നും ഈ ബർന്നബാസിനെ അന്ത്യോക്യയോളം പറഞ്ഞയച്ചതായിട്ട് ദൈവവചനം രേഖപ്പെടുത്തുന്നുണ്ട്. അന്ത്യോക്യയോളം പറഞ്ഞയച്ചു. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവ് നിറഞ്ഞവനുമായിരുന്നു എന്നാണ് നാം 24-ാം വാക്യത്തിൽ വായിച്ച് കേട്ടത്. ഈ എത്ര ഉന്നത വ്യക്തിത്വമായാലും നമുക്കിവരെ ഒന്നും ബ്ലൈൻഡായിട്ട് വിശ്വസിക്കേണ്ട യാതൊരു ബാധ്യതയും നമുക്കില്ല. നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഞാൻ നിങ്ങളോട് ദൈവവചനം സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ നിങ്ങൾ പരിപൂർണമായിട്ടും പരിശോധിക്കാതെ വിശ്വസിക്കരുത്. കുറച്ച് കള്ളത്തരമൊക്കെ എനിക്കുണ്ട്. ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കാവൂ. എന്ന് വെച്ചാൽ എന്താണ്? ഓരോ മനുഷ്യനെയും ശോധന ചെയ്ത് അവൻ ഏത് തരക്കാരനാണെന്ന് മനസ്സിലാക്കിയേ ഏറ്റവും അടുത്ത നമ്മുടെ പ്രൈവറ്റ് സ്പേസിൽ അവർക്ക് പെരുമാറാൻ അവസരം കൊടുക്കാവും. ഇനി പെരുമാറാൻ അവസരം കിട്ടുന്ന ആളുകൾ മറ്റൊരാളുടെ വീടാണെന്നുള്ള ബോധ്യത്തിലേ ആ വീട്ടിൽ ഇടപെടാവൂ. രണ്ടു പേർക്കും സൂക്ഷ്മത ഉണ്ടാവണം, അല്ലെങ്കിൽ സാഹോദര്യ ബന്ധമൊക്കെ നശിച്ചു പോവും. അത്തരം കഥകൾ ധാരാളം നമുക്ക് സംഭവ കഥകൾ കേൾക്കാവുന്നതാണ്. ഇതങ്ങനെയല്ല, ഞാനിത് വെറുതെ ഒരു ഉപദേശം എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാൽ ഇവിടെ ബർന്നബാസിനെ സംബന്ധിച്ച് ഒരു പ്രശ്നമുണ്ടായി. ബർന്നബാസ് ഇപ്പോൾ പറഞ്ഞത് നമ്മളെന്താ പ്രബോധനപുത്രനാണെന്ന് പറഞ്ഞു അല്ലേ. പ്രബോധനപുത്രൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുന്ന, നല്ല വഴി പറഞ്ഞു കൊടുക്കുന്ന, ഉപദേശിക്കാൻ സന്നദ്ധനും അതിന് കഴിവുള്ളവനുമായ, ദൈവവചനത്തിൽ നിശ്ചയമുള്ള പരിശുദ്ധാത്മ നിയോഗത്താൽ അതിനുവേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ബർന്നബാസ് നല്ലൊരു വ്യക്തിത്വമാണെന്നും പ്രഭാപൂരിതനായ ഒരു വ്യക്തിയാണെന്നും ഒക്കെ ഞാൻ ആദ്യമേ പറഞ്ഞു.
എന്നാൽ ബർന്നബാസിനൊരു അബദ്ധം പറ്റി. ബർന്നബാസിനോട് പറ്റിയ അബദ്ധം മർക്കോസുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാവുന്ന ചരിത്രമാണ്, പക്ഷേ അത് ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രം പറയാം. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായം 35 മുതൽ 40 വരെയുള്ള, ഞാൻ പറഞ്ഞിട്ട് വായിച്ചാൽ മതി, വേദഭാഗങ്ങളിൽ നമുക്ക് ആ സംഭവം കാണാവുന്നതാണ്. മർക്കോസുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രശ്നമുണ്ടായത്. മർക്കോസ് പൗലോസുമായിട്ടുള്ള ഒന്നാം മിഷണറി യാത്രയിൽ കുറച്ചു ദൂരം സഞ്ചരിച്ചതിന് ശേഷം മർക്കോസ് വീട്ടിലേക്ക് പോയി. മർക്കോസ് മടങ്ങിപ്പോയി. അതിനുശേഷം വീണ്ടും യാത്ര തുടങ്ങാനായിട്ട് രണ്ടാം മിഷണറി യാത്രയിൽ ബർന്നബാസ് പറഞ്ഞു മർക്കോസിനെയും കൂടെ കൂട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ പൗലോസ് പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. പൗലോസിൻ്റെതായ കാരണങ്ങളുണ്ടാകും. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യം ഒന്ന് വായിച്ചു. ശേഷം യഹൂദന്മാരും അവനോടുകൂടെ കപടം കാണിച്ചതുകൊണ്ട് ബർന്നബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോകുവാൻ ഇടവന്നു. നമ്മൾ പ്രഭാപൂരിതമായ വ്യക്തിത്വം എന്ന് പറഞ്ഞ ആളാണ്. പുള്ളിക്ക് എന്ത് സംഭവിച്ചു? മറ്റുള്ളവരുടെ കപടത്താൽ. പൗലോസ് സംഗതി നല്ല കൃത്യമായിട്ട് പറഞ്ഞു. ബർന്നബാസ് കപടക്കാരനല്ല, ആണെങ്കിൽ ആദ്യമേ പറഞ്ഞേനും കാപട്യക്കാരനാണെന്ന് പറഞ്ഞേനും. ബർന്നബാസ് കാപട്യക്കാരനല്ല. ബർന്നബാസിന് പറ്റിയ അബദ്ധം എന്താണ്? മറ്റ് യഹൂദന്മാരുടെ കപടത്താൽ തെറ്റിപ്പോകുവാനിട വന്നു. പ്രിയ സഹോദരന്മാരെ, ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരാളെ വീട്ടിൽ പ്രവേശിപ്പിക്കുമ്പോൾ പാലിക്കേണ്ട സാമാന്യമായ സുരക്ഷാ മാനദണ്ഡങ്ങളാണ് ഞാൻ പറഞ്ഞത്. രണ്ടുപേരും സുരക്ഷാ മാനദണ്ഡം പാലിക്കണം. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായിക്കോട്ടെ ഞാൻ, എനിക്ക് ഒരു വീട്ടിലേക്കുള്ള പ്രവേശനത്തിന് നിങ്ങൾ ഒരു പരിധി നിശ്ചയിക്കണം. ആരാണ് പരിധി നിശ്ചയിക്കേണ്ടത്? നിങ്ങൾ നിശ്ചയിക്കണം. വരുന്ന ഞാൻ ആ പരിധി ലംഘിക്കുന്നത് കണ്ടാൽ നിങ്ങളത് അനുവദിക്കരുത്. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള സ്വകാര്യ ഇടങ്ങളിലേക്ക് സഹോദരന്മാരാകട്ടെ മറ്റുള്ളവരാകട്ടെ പ്രവേശിക്കുമ്പോൾ നമ്മളതിനൊരു സൂക്ഷ്മത കാണിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളും പാലിക്കണം. ഒരാളുടെ വീട്ടിൽ എവിടെ വരെ ചെല്ലാമെന്നുള്ളത് നമ്മൾ ആലോചിച്ച് തീരുമാനിക്കണം. സാധാരണ പറയാറുണ്ട്, എൻ്റെ മൂക്കിൻ്റെ തൊട്ടപ്പുറത്ത് വെച്ച് നിങ്ങളുടെ സ്ഥലം അവസാനിക്കുന്നു എന്ന് പറയും. നമ്മൾ മൂക്കിൽ ചെന്ന് തൊടാൻ പാടില്ല. ഒരാളുടെ മൂക്കിന് തൊട്ടിപ്പുറത്ത് വരെ നമുക്ക് ചെല്ലാം. അതിനപ്പുറത്തേക്ക് കടന്നാൽ അയാളുടെ സ്വകാര്യ ഇടമാണ്. രണ്ടുപേർ ചായ കുടിക്കാനായിട്ടൊരു ഹോട്ടലിൽ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. ഹോട്ടലിലെ ടേബിളിൻ്റെ മുകളിൽ വല്ല ഇട്ടിട്ടുണ്ടോ? ഒന്നും ഇട്ടിട്ടില്ല. 2 ടേബിൾ വളരെ ഫ്രീ ആയിട്ട് ഇതുപോലെ നല്ല മിനുസമുള്ള ഒരു ടേബിളിൽ നമുക്കൊരു ചായ കൊണ്ടുവച്ചു. ഓപ്പോസിറ്റ് ഇരിക്കുന്ന അപരിചിതനായ മനുഷ്യനും ഒരു ചായ കൊണ്ടുവച്ചു. ഓക്കെ, പിക്ചർ മനസ്സിലായല്ലോ. നിങ്ങൾ ചായ കുടിച്ചതിന് ശേഷം ആ വേസ്റ്റ് ഗ്ലാസ് അയാളുടെ മുമ്പിലേക്ക് നീക്കി വെച്ച് കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ എന്താണെന്ന് അർത്ഥം അത്ഭുതപ്പെടുമായിരിക്കും. നിങ്ങൾ കഴിച്ച പാത്രം കൂടി അയാളുടെ മുമ്പിലേക്ക് വെച്ചാൽ എന്താന്ന് ചോദിക്കില്ലേ? അയാളുടെ കൊണ്ടുവന്ന ഡെസ്കാണോ? ആണോ? അല്ല, അയാളുടെ ഡെസ്ക് അല്ല, ഇത് വേറൊരാളുടെ ഡെസ്ക്കാണ്. ഇതുപോലെ അദൃശ്യമായൊരു അതിർവരമ്പ് വ്യക്തിബന്ധങ്ങളിലുണ്ട്. അതിനപ്പുറത്തേക്ക് കടക്കാതിരിക്കാനുള്ള മര്യാദ ചെല്ലുന്നവരും കടത്താതിരിക്കാനുള്ള ശേഷി നമ്മളും പ്രകടിപ്പിക്കുന്നിടത്താണ് വ്യക്തിബന്ധങ്ങൾ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. അതുമായിട്ട് കാര്യമായ ബന്ധമൊന്നുമില്ലെങ്കിൽ ഞാനത് ഇടയ്ക്കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. മർക്കോസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്ന് ബർന്നബാസ് പിണങ്ങി. ബർന്നബാസും പൗലോസുമായിട്ട് ചെറിയ ഒരു പ്രശ്നമുണ്ടായി എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് ഏത് ഉന്നത വ്യക്തിത്വമായാലും അവർക്ക് ചെറിയ പിഴവുകളൊക്കെ പറ്റും. മർക്കോസിൻ്റെ കാര്യത്തിൽ ബർന്നബാസിന് അങ്ങനെ ഒരു പിഴവ് പറ്റി എന്ന് നമുക്ക് വേണമെങ്കിൽ, പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പിഴവ് പറ്റാൻ സാധ്യതയില്ല എന്നുള്ള ഒരു മുൻവിധിയോടെയാണ് ഞാൻ ആ കാര്യങ്ങൾ പറയുന്നത് എന്നും കൂടി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കുറവുകളില്ലാത്ത വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരാളും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ആരാണ്? ഊനമില്ലാത്ത കുഞ്ഞ്. ഊനമില്ലാത്ത കുഞ്ഞ്. വേറൊരാളെക്കുറിച്ചും വേദപുസ്തകം അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇസ്രയേലിൻ്റെ മഹാഗായകൻ ദാവീദ് എത്രത്തോളം വീഴ്ചയാണ് വീണുപോയത് അല്ലേ? ഇങ്ങനെ മഹാരഥന്മാരായ സകല ആളുകൾക്കും കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ട്. പൗലോസിന് കുഴപ്പം പറ്റിയിട്ടുണ്ടോ എന്നുള്ളതും നമുക്ക് നോക്കാവുന്നതാണ്. ഇവിടെ ഇതാ ബർന്നബാസിന് ഇത്തരത്തിലൊരു ചെറിയ പിഴവ് പറ്റിയതായിട്ട് ദൈവവചനം രേഖപ്പെടുത്തുന്നു. ബർന്നബാസും മറ്റുള്ളവരുടെ കപടത്താൽ തെറ്റിപ്പോകുവാൻ ഇടവന്നു. പ്രയോഗിച്ചിരിക്കുന്ന വാക്ക് തെറ്റിപ്പോവുക എന്ന് തന്നെയാണ്. നമുക്ക് സമയം കടന്നു പോകുന്നതല്ല. അപ്പോൾ കുറവുകളില്ലാത്ത ഒരൊറ്റ വ്യക്തിത്വമുള്ളൂ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. പൗലോസോ യോഹന്നാനോ മർക്കോസോ മത്തായിയോ പത്രോസോ ഒന്നും അതിന് തുല്യമല്ല. ഇവരുടെ എല്ലാം വ്യക്തിത്വങ്ങളും
അതിൻ്റെ എല്ലാം ആകത്തുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തോട് ഇടപിടിക്കുന്നതോ അതിനോട് തുലനം ചെയ്യാവുന്നതോ അല്ല. അതുകൊണ്ട് കുറവുകളില്ലാത്ത അവർ ഒറ്റൊരാളേ ഉള്ളൂ എന്ന് നമുക്ക് കാണാം. രണ്ടാമത്തെ ബർന്നബാസിനെ കുറിച്ച് ഏതാണ്ട് ഐഡിയ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. രണ്ടാമത്തെ ആൾ അരിസ്റ്റർഹോസ് എന്ന് പറയുന്ന ആളാണ്. ഇൻഫാക്റ്റ് ആറാമത്തെ ആൾ, നമ്മൾ 4 ആളെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഈ ആഴ്ച 6ാമത്തെ ആൾ അരിസ്റ്റർഹോസ് എന്ന് പറയുന്ന ആളാണ് അവിടെ നാം പരിചയപ്പെടുന്നത്. കൊലോസ്യ ലേഖനത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് അനേക ഇടങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിച്ചേ. അങ്ങനെ ഞങ്ങൾ ആസ്യക്കര പറ്റി ഓടുവാനുള്ള ഒരു അദ്രമുത്യ കപ്പലിൽ കയറി നീക്കി. തെസ്സലോനീക്കയിൽ നിന്നുള്ള മക്കെദോന്യക്കാരനായ അരിസ്തർഹോസും ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു. അരിസ്റ്റർഹോസും ഇതുപോലെ മനോഹരമായ ഒരു വ്യക്തിത്വമാണ്. പൗലോസ് അരിസ്റ്റർഹോസിനെ കുറിച്ച് വന്ദനം ചെയ്യുമ്പോൾ തന്നെ അരിസ്റ്റർഹോസിനെ കുറിച്ച് പറയുന്നുണ്ട്. അരിസ്റ്റർഹോസ് നല്ലൊരു വ്യക്തിത്വമാണ്, പക്ഷെ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒത്തിരി പറയാനൊന്നുമില്ല. അത്ര വളരെ ചുരുക്കം പരാമർശങ്ങളേ ഉള്ളൂ. അതിൽ നിന്ന് നമുക്ക് ആറ്റിക്കുറുക്കി 1-2 കാര്യങ്ങൾ പറഞ്ഞു പോകാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. 19-23. വെള്ളിക്കൊണ്ട് അർതെമിസ്ദേവിയുടെ ക്ഷേത്രരൂപങ്ങളെ തീർക്കുന്ന ദെമേത്രിയോസ് എന്ന തട്ടാൻ തൊഴിൽക്കാർക്ക് വളരെ ലാഭം വരുത്തി വന്നു. ദെമത്രിയോസ് എന്ന് പറയുന്ന തട്ടാൻ വെള്ളി കൊണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന പണിയാണ്. അർത്തമിസ് എന്ന് പറയുന്ന ഗ്രീക്കരുടെ മഹാദേവിയുടെ വിഗ്രഹങ്ങളാണ് അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ആ വിഷയത്തിൽ ഇവിടെ പുതിയൊരു ദൈവത്തെ അവതരിപ്പിക്കുമ്പോൾ ഈ വിഗ്രഹാരാധനയൊക്കെ കുറ്റം പറയുകയും നിഷേധിക്കുകയും ചെയ്യുന്ന ആളുകളാണ് പുതിയ ദൈവത്തെ, അങ്ങനെയാണ് കേട്ടോ അവർ വിചാരിക്കുന്നത്, പുതിയൊരു ദൈവത്തെ കൊണ്ടുവരുന്നതെന്ന് ഈ പറഞ്ഞ ചങ്ങാതി വിചാരിച്ചപ്പോൾ, ദെമത്രിയോസ് എന്ന് പറയുന്ന തട്ടാൻ വിചാരിച്ചപ്പോൾ അദ്ദേഹം എന്തു ചെയ്തു? അദ്ദേഹം ആളുകളെ കൂട്ടി കലാപത്തിന് ശ്രമിച്ചു. നമ്മളിപ്പോഴത്തെ പല വിഷയങ്ങളും കാണുമ്പോൾ നമ്മൾ അമ്പരന്ന് പോകുന്നില്ലേ? ഇതിൻ്റെയൊക്കെ ഏറ്റവും ചെറിയതും വലുതുമായ ഉദാഹരണങ്ങൾ നമുക്ക് പുതിയ നിയമ വേദഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ്. നമ്മളൊരു മറ്റൊരു സ്ഥലത്ത് ചെന്ന് നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകൾ നോർത്ത് ഇന്ത്യയിലൊക്കെ അവരെ ഓടിക്കുകയും തല്ലാൻ ഓടിക്കുകയൊക്കെ ചെയ്യുന്നു. ട്രാക്ട് കൊടുക്കാൻ ചെല്ലുമ്പോൾ കത്തിയെടുത്തുകൊണ്ട് ഓടിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ? ഇതുപോലെ അതിൽ നിന്നും ലാഭമുണ്ടാക്കുന്നതായ ആളുകളുണ്ടാകും, ദൈവത്തെ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ടാകും. അവർക്കാണ് അതിനോട് വിരോധം വരികയും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത്. ഇവിടെ അർതെമിസ് ദേവിയുടെ ക്ഷേത്ര രൂപങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തട്ടാനായിരുന്നു ദെമത്രിയോസ് എന്ന് പറയുന്ന ആൾ. ഇദ്ദേഹമാണ് ഇവിടെ കലാപാഹ്വാനം നടത്തുകയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് തന്നെ വരാം. അതിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചേ. ബെരോവയിലെ പുറസിന്റെ മകൻ സോപത്രോസും തെസ്സലോനീക്യരായ അരിസ്തർഹോസും സെക്കുന്തോസും ദെർബക്കാരനായ ഗായോസും തിമോഥെയോസും ആസ്യക്കാരായ തുഹിക്കോസും ത്രോഫിമോസും ആസ്യവരെ അവനോടുകൂടെ പോയി. ഇവര് ഈ പറഞ്ഞ ആളുകളുടെ കൂടെ കണ്ടോ? അരിസ്റ്റർഹോസ് കിടപ്പുണ്ട്. സോപത്രോസും തെസ്സലോനിക്കനായ അരിസ്റ്റർഹോസും തെക്കുന്തോസും. ഇദ്ദേഹം തെസ്സലോനിക്കനായിട്ടുള്ള ആളാണ് നമ്മളിപ്പോൾ പറഞ്ഞ അരിസ്റ്റർഹോസ് എന്ന് പറഞ്ഞാൽ. സുവിശേഷ പ്രവർത്തനത്തിൽ ധാരാളം ആഴമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനായിട്ടും പൗലോസിനെ അനുധാവനം ചെയ്യുവാനായിട്ടും ഈ പറഞ്ഞ അരിസ്റ്റർഹോസിനും ഇടയായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണത്തെ സംബന്ധിച്ച് വേദപുസ്തകത്തിലൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം വേദപുസ്തകമൊക്കെ എഴുതി പൂർത്തിയായതിനു ശേഷമായിരിക്കണം ഈ ആളുകളൊക്കെ കൊള്ളുന്നത്. അരിസ്റ്റർഹോസിനെ സംബന്ധിച്ച് തൻ്റെ മരണത്തെക്കുറിച്ച് പാരമ്പര്യ കഥകളുണ്ട്. അതായത് അതിനുശേഷം ഉണ്ടായ സംഭവങ്ങൾ ഏതെങ്കിലുമൊക്കെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവാം. അത് എവിടെയാണ് അത് കണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ അരിസ്റ്റോട്ടോസിൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നത് റോമിൽ നീറോ ചക്രവർത്തി ഭരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ കൊന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം രക്തസാക്ഷിയായി തീർന്നു എന്നാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. കൊല്ലപ്പെട്ട വിധം, എങ്ങനെ കൊല്ലപ്പെട്ടു, ആരാൽ കൊല്ലപ്പെട്ടു എന്നൊന്നും അറിയില്ല. ഈ സാധാരണ ഇങ്ങനെ ഭരണകൂടത്തിൻ്റെ സഹായത്തോടെ കൊല്ലപ്പെടുന്നതിന് പറയുന്ന പേര് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെത്ത് എന്നാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെത്ത്. ഈ അരിസ്റ്റോട്ടോസിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെത്താണെന്നുള്ള കാര്യം ആളുകൾ പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീറോ ചക്രവർത്തിയുടെ ഭരണകാലത്ത് ഭരണകൂടത്തിൻ്റെ പിൻബലത്തോടെ ഒരാളെ കൊല്ലുക, അതിനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെത്ത് എന്ന് പറയുക. അദ്ദേഹം കൊല്ലപ്പെട്ട, അരിസ്റ്റർഹോസ് കൊല്ലപ്പെട്ടത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെത്താണ്. അങ്ങനെ കൊല്ലപ്പെട്ടു എന്നാണ് അരിസ്റ്റർഹോസിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 6 ആളായി കേട്ടോ, നമുക്ക് പെട്ടെന്ന് കടന്നു പോകണം. 7-ാമത്തെ ആൾ മർക്കോസാണ്. മർക്കോസിനെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട്, പക്ഷേ നമുക്ക് വളരെ കുറച്ച് പറഞ്ഞ് അടുത്ത ആളിലേക്ക് പോകേണ്ടതുണ്ട്. 12 പേരുണ്ടല്ലോ. പത്രോസിൻ്റെയും പൗലോസിൻ്റെയും സ്നേഹിതനായിരുന്നു ഈ മർക്കോസ് എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ 2-ാമത്തെ പ്രത്യേകത, ഇദ്ദേഹം മർക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ രചയിതാവായിരുന്നു. 3-ാമത്തെ പ്രത്യേകത, ഇദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് യോഹന്നാൻ എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ ആദ്യകാലത്ത് യോഹന്നാൻ എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 12-ാം വാക്യം ഒന്ന് വായിച്ച് പെട്ടെന്ന്. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാന്റെ മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാൻ. ഈ യോഹന്നാൻ മറ്റേ യോഹന്നാനല്ല, മർക്കോസ് എന്ന് പറയുന്നത് അന്ന് പൊതുവിലുണ്ടായിരുന്ന ഒരു നല്ല പേരായിരുന്നു യോഹന്നാൻ. ഇപ്പം എൻ്റെ പ്രായമുള്ള ആളുകൾക്ക് നമ്മുടെ ഏരിയയിൽ മുഴുവൻ സാബുവാണ്.
ഞങ്ങളൊരു ദിവസം നമ്മുടെ മാന്നാമംഗലത്ത് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു, ഞങ്ങൾ നിൽക്കുന്ന 4 പേരും സാബുമാരാണ്. വല്ല പോലീസുകാരും വന്നിട്ട് എന്താ പേരെന്ന് ചോദിച്ചാൽ 4 പേരും സാബു എന്ന് പറഞ്ഞാൽ അടി ഉറപ്പാണ് അന്നത്തെ കാലത്ത്. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു എന്ന് പറഞ്ഞതുപോലെ യോഹന്നാൻ എന്ന് പറയുന്നത് അന്ന് ഒരു പൊതുവെ ഉണ്ടായിരുന്ന ഒരു പേരായിരുന്നു. അതുകൊണ്ട് ഈ മർക്കോസിൻ്റെ ശരിക്കുള്ള പേര് യോഹന്നാനാണ്. യോഹന്നാൻ, മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിലെ പേര് യോഹന്നാൻ എന്നാണ്. പിന്നീട് അറിയപ്പെട്ടത് മറ്റേ യോഹന്നാൻ ഉള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം മർക്കോസ് എന്നുള്ള പേര് തന്നെ സ്ഥിരമായി ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്ന് നമുക്ക് കാണാം. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് വന്നേ. സലമീസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ടുണ്ടായിരുന്നു. ഈ യോഹന്നാനും നമ്മുടെ മർക്കോസ് മറ്റേ യോഹന്നാൻ അവർക്ക് ഭൃത്യനായി ഉണ്ടായിരുന്നു. അത് മർക്കോസ് എന്ന മറുപേരുള്ള ഈ യോഹന്നാനാണ് എന്ന് നമുക്ക് കാണാം. 13-ന്റെ കൂടെ വായിച്ച്. പൗലോസും കൂടെയുള്ളവരും പാഫോസിൽ നിന്നു കപ്പൽ നീക്കി പംഫുല്യാദേശത്തിലെ പെർഗെരുക്കു ചെന്നു. അവിടെ വെച്ച് യോഹന്നാൻ അവരെ വിട്ടുപിരിഞ്ഞു യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് വായിച്ച്. അപ്പോസ്തലപ്രവൃത്തിയല്ല, കൊലോസ്യലേഖനം. എന്റെ സഹബദ്ധനായ അരിസ്തർഹോസും ബർന്നബാസിന്റെ മച്ചുനനായ മർക്കോസും അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ. എൻ്റെ സഹബദ്ധനായ അരിസ്റ്റർഹോസും ബർന്നബാസിൻ്റെ മച്ചുനനായ മർക്കോസ്. മച്ചുനൻ എന്ന് പറഞ്ഞാൽ കസിൻ. അപ്പം മച്ചുനനായ മർക്കോസ്. അപ്പോൾ അവിടെ ബർന്നബാസുമായിട്ട് മർക്കോസിനൊരു ബന്ധവും കൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ അവർ പരസ്പരം ഇങ്ങനെയുള്ള ബന്ധങ്ങളുള്ളവരായിരുന്നു എന്ന് നമുക്ക് കാണാം. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ മർക്കോസിൻ്റെ ജീവിതകാലത്ത് മർക്കോസ് അനേക പ്രവൃത്തികൾ ചെയ്ത കൂടെ താൻ ഈ സുവിശേഷ പ്രവർത്തനങ്ങൾ കൂടെ ചെയ്ത ഒരു സംഗതിയാണ് മർക്കോസിൻ്റെ സുവിശേഷം എഴുതുക എന്നുള്ളത്. അത് അവരിൽ നിന്നും കേട്ടതും തൻ്റെ നേരിട്ടുള്ള അനുഭവങ്ങളുടെയും വെളിച്ചത്തിലാണ് മർക്കോസിൻ്റെ സുവിശേഷം എഴുതി. മർക്കോസിൻ്റെ സുവിശേഷത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. നമ്മൾ അതിലേക്കൊക്കെ കടന്നു പോയാൽ നമ്മുടെ സമയം തികയാതെ വരും. അതുകൊണ്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അപ്പം മർക്കോസ് അങ്ങനെയുള്ള ഒരാളായിരുന്നു. ഈ പറഞ്ഞ സംഗതിയുമായിട്ട് ബന്ധപ്പെട്ട് ബർന്നബാസിനോടുള്ള ബന്ധത്തിൽ മർക്കോസും ബർന്നബാസും കൂടെ കുപ്രോസിലേക്ക് പോയി പിണങ്ങിക്കഴിഞ്ഞതിന് ശേഷം. പൗലോസുമായിട്ട് പിണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ബർന്നബാസ് മർക്കോസിനെ കൂട്ടി. ബർന്നബാസിന് അവിടെ വന്ന ഒരു തെറ്റാണത്, ഒരു മൈനർ തെറ്റെന്ന് വേണേൽ പറയാം. പിന്നീട് അത് അങ്ങനെ തിരുത്തപ്പെട്ടു എന്നുള്ളത് നമുക്ക് പുറകെ കാണാം. അപ്പോൾ മർക്കോസും ബർന്നബാസും കൂടെ കുപ്രോസ് ദ്വീപിലേക്ക് പോകാനായിട്ട് ഇടയെ തീർന്നു. പൗലോസ് വേറൊരാളെ കൂട്ടി. പേര് ഓർക്കുന്നുണ്ടോ? ശീലാസ്. പൗലോസ് ശീലാസിനെ കൂട്ടി എങ്ങോട്ട് പോയി? സുറിയ, കിലിക്കിയ തുടങ്ങിയ ദേശങ്ങളിലേക്ക് പൗലോസും യാത്ര ചെയ്തു. ഇത് രണ്ടായിട്ട് പിരിഞ്ഞുപോയി. അത് എപ്രകാരമാണ് അത് ദൈവവചനത്തിൻ്റെ വ്യാപനത്തിൽ പ്രതിഫലിച്ചത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ട ഒരു സംഗതിയാണ്. അത് ദൈവം ആഗ്രഹിച്ചിരുന്നോ അങ്ങനെ ചെയ്യാൻ? അത് ചെയ്തത് ശരിയായോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. എന്നാലും നമുക്ക് സാമാന്യ ബുദ്ധിയിൽ ചിന്തിക്കാവുന്നതാണ്. ബർന്നബാസിൻ്റെ വളർച്ചയുടെ ഒരു തടസ്സമായിട്ട് പൗലോസുമായിട്ടുള്ള വേർപാട് നിന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുകയാണ്. തെളിവ് ചോദിച്ചാൽ എൻ്റെ ഇല്ല. പക്ഷെ ബർന്നബാസ് അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് ഞാൻ കരുതുകയാണ്. എന്താണ്? ബർന്നബാസ് പൗലോസിൻ്റെ കൂടെ യാത്ര ചെയ്തിരുന്നെങ്കിൽ അത് ബർന്നബാസിനും പൗലോസിനും അവിടെയുള്ള ജനത്തിനും ഉപകാരപ്പെടുമായിരുന്നു എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് ആ വേർപിരിയൽ ഒരു ദുഃഖകരമായ സംഭവമായിട്ട് കരുതുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്ന് ഞാൻ കരുതുകയാണ്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മളത് കണ്ടു. മച്ചനായ മർക്കോസും അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ. എന്നിട്ട് അടുത്ത ഭാഗത്തേക്ക് പറയുന്നത് നോക്കുക. അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളും. പൗലോസിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഉന്നതമായൊരു ഭാവം അനാവരണം ചെയ്യുകയാണ്. അവർ തമ്മിൽ പിരിഞ്ഞു. സഹബദ്ധനായ അരിസ്റ്റർഹോസും ബർന്നബാസിൻ്റെ മച്ചുനനായ മർക്കോസും അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ. അവർ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളും. എന്നോട് പിരിഞ്ഞു പോയവനാണ്, അവനെ അടിച്ചോടിക്കാനല്ല കൽപ്പന. എന്നോട് പിരിഞ്ഞു പോയവനാണ്, പക്ഷേ അവൻ വന്നാൽ അവനെ കൈക്കൊള്ളിൽ എന്നാണ് പൗലോസിൻ്റെ ഉത്തരവ്. ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. പൗലോസ് കൊടുത്ത കൽപ്പന നിങ്ങൾ അവനെ കൈക്കൊള്ളിൻ എന്നുള്ളതാണ്. അത് നമുക്ക് കാണാവുന്നതാണ്. നാം ആ ഭാഗം താഴത്തേക്ക് വരുമ്പോൾ ഈ തടവ് കാലത്ത് ആശ്വസിപ്പിക്കുന്ന സാന്നിധ്യമായി മർക്കോസ് കൂടെ വേണമെന്ന് പൗലോസ് ആഗ്രഹിച്ചിരുന്നു. അത് പിന്നീട് പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ബന്ധമാണ് അവർ തമ്മിൽ ഉണ്ടായിരുന്നത്. ഈ സാധാരണ പിണക്കങ്ങളും പ്രശ്നങ്ങളും ഒന്നും ആത്യന്തികമായി പൗലോസിൻ്റെ വ്യക്തിത്വത്തിലോ മർക്കോസിൻ്റെ ഭാവിയോ ബാധിക്കാത്ത തരത്തിൽ പൗലോസ് അത് കൈകാര്യം ചെയ്തു എന്നുള്ളത് എത്രയോ അനുഗ്രഹീതമായ സംഗതിയാണ്. പൗലോസിൻ്റെ അവസാനത്തെ ലേഖനം എന്ന് പറയുന്നത് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനമാണ്. പൗലോസ് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എഴുതിയ ലേഖനമാണെന്ന് വേണമെങ്കിൽ പറയാം.
പൗലോസിൻ്റെ ഏറ്റവും അവസാനത്തെ ലേഖനം തിമോത്തിയോസിൻ്റെ ലേഖനമാണ്. ആ ലേഖനത്തിൽ മർക്കോസിനെ വിട്ടുപോയിട്ടില്ല പൗലോസ്. ഒന്ന് നോക്കിക്കേ, 4-ാം അധ്യായം 11-ാം വാക്യം, 2 തിമോത്തിയോസ് 4-ാം അധ്യായം 11-ാം വാക്യം. ലൂക്കോസ് മാത്രമേ എന്നോട് കൂടിയുള്ളൂ, മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകിയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. എനിക്ക് എന്തിനു ഉപയോഗപ്പെടുന്നവനെന്നാ പറഞ്ഞേ? എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗപ്പെടുന്നു. എന്ത് ശുശ്രൂഷയ്ക്കാണ് മർക്കോസ് ഉപയോഗപ്പെട്ടിട്ടുണ്ടാവുക? പൗലോസ് ഇപ്പോൾ വയോധികനായി തൻ്റെ ജീവകാലത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. പൗലോസിനും അത് നന്നായി അറിയാം. ഒരുപക്ഷെ പേന പിടിച്ചെഴുതാൻ പറ്റാത്ത തരത്തിൽ അവശനും വാർദ്ധക്യം ബാധിച്ചവനുമായ പൗലോസ് തൻ്റെ അവസാനത്തെ ലേഖനം എഴുതി താഴെ വയ്ക്കുകയാണ്. ആ താഴെ വയ്ക്കുമ്പോൾ മറന്നു പോകാത്തൊരു പേരാണ് മർക്കോസിൻ്റെത്. മർക്കോസ് എനിക്ക് ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്നവൻ, ശുശ്രൂഷയ്ക്കായി അങ്ങനല്ലേ വാക്ക് ഉപയോഗമുള്ളവൻ, ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവൻ. ഈ ഞാൻ ആദ്യമേ പറഞ്ഞ ആ ഭാഗത്ത് നിന്നുകൊണ്ടൊന്ന് ചിന്തിച്ച് നോക്കി. ഇവർ രണ്ടായിട്ട് പിരിഞ്ഞു പോയി. എന്നാൽ അത് സ്ഥിരമായൊരു പിണക്കമാക്കി വയ്ക്കാതെ അതിൽ ദൈവവചനത്തിൻ്റെ വ്യാപനത്തിന്, ദൈവസഭയുടെ വ്യാപനത്തിന് ഉതകുന്ന തരത്തിൽ അതിനെ ദൈവാത്മാവ് പൗലോസിലൂടെ പ്രയോജനപ്പെടുത്തുന്നതാണ് തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനത്തിൽ നാം വായിച്ചു കഴിഞ്ഞു. എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗിക്കാവുന്നവനായി അവൻ മാറി എന്നുള്ളത് നമുക്ക് കാണാം. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളല്ല ഇത്തരം സുവിശേഷ വിഹിതമായ ബന്ധങ്ങളുടെ കാര്യത്തിൽ നാം അനുവർത്തിച്ചു വരേണ്ടത്. അതെപ്രകാരം ദൈവവചനത്തിൻ്റെ വ്യാപനത്തിനും ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കും ഉതകുന്നു എന്നുള്ളതാണ് ആത്യന്തികമായി അതിൻ്റെ മാനദണ്ഡമായി സ്വീകരിക്കേണ്ടത്. നമുക്ക് സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, നമ്മുടെ സഭയിൽ സഹോദരങ്ങൾ തമ്മിൽ ചെറിയ പിണക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. മനുഷ്യരിൽ പിണക്കങ്ങളൊക്കെ ഉണ്ടാവണമല്ലോ. നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടെയാണ് ചെറിയ പിണക്കം. നിങ്ങളുടെ വീട്ടിലൊക്കെ വഴക്കൊക്കെ ഉണ്ടാവാറില്ലേ? ഉണ്ടോ? ഇല്ല എന്നാണോ പറയുന്നത്? ഉണ്ടാവണം. അതെപ്പോഴാണ് ഉണ്ടാകുന്നത്? പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും, ചെറിയ പിണക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് അത് പരിഹരിച്ചു പോകുന്നത് ദൈവികമായ ഒരു സംഗതിയാണ്. ഇവിടെ ഇതാ മർക്കോസിൻ്റെ കാര്യത്തിൽ പൗലോസ് അതിൻ്റെ ഉത്തമമായ, ഉന്നതമായ, ഉദാത്തമായൊരു ഉദാഹരണം പൗലോസ് മുമ്പോട്ട് വയ്ക്കുകയാണ്. അവനുമായിട്ട് പിണങ്ങിയ വൈരാഗ്യം കാലാകാലം കൊണ്ട് നടക്കുന്ന കഠിന ഹൃദയനായ ഒരു ഉപദേശിയല്ല പൗലോസ്. പൗലോസ് അതിന് പരിഹാരമുണ്ടാക്കി ദൈവവചനത്തിൻ്റെ വ്യാപനത്തിന് ഉതകുന്ന തരത്തിൽ മർക്കോസിനെ ഉപയോഗിക്കാനും മാത്രമല്ല തൻ്റെ മരണശേഷവും ഇതേ ജോലിയുമായി മർക്കോസ് പോകുന്നു എന്നുറപ്പ് വരുത്തക്ക തരത്തിൽ അവനെ മോട്ടിവേറ്റ് ചെയ്യാനുമായി പൗലോസ് ആ അവസരത്തെ ഉപയോഗിച്ചു എന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ്. മർക്കോസിൻ്റെ മരണം എങ്ങനെയാണെന്നറിയാമോ? ഈജിപ്തിലെ അലക്സാൻഡ്രിയയിൽ വെച്ച്. ദൈവജനത്തിൽ നല്ല കേട്ടോ, പുറത്തുനിന്നാണ്. ഇവരുടെയൊക്കെ മരണം കിട്ടണമെങ്കിൽ നമുക്ക് സെക്യുലർ ഹിസ്റ്ററി തപ്പണം. അപ്പോൾ സെക്യുലർ ഹിസ്റ്ററി പറയുന്നത് മർക്കോസ് ഈജിപ്തിലെ അലക്സാൻഡ്രിയയിൽ വെച്ച് റോഡിലൂടെ, വഴിയിലൂടെ മരണം വരെ വലിച്ചിഴക്കപ്പെട്ടു എന്നാണ് നാം പറയുന്നത്. എന്താണ് ഇത്തരത്തിലുള്ള ത്യാഗധനമായൊരു ജീവിതാന്ത്യത്തിന് മർക്കോസിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്നറിയാമോ? ഞാൻ വിശ്വസിക്കുന്നത് ഇവൻ ശുശ്രൂഷയ്ക്കായി ഉപയോഗിക്കാവുന്നവനാണെന്നുള്ള പൗലോസിൻ്റെ സാക്ഷ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് ഒരുവനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഒരു കാര്യത്തിനും കൊള്ളാത്തവനെന്ന് ആളുകളെക്കുറിച്ച് പറഞ്ഞാൽ ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. പക്ഷേ മർക്കോസിനെ സംബന്ധിച്ചിടത്തോളം പൗലോസിൻ്റെ ആ പ്രചോദനം തൻ്റെ ജീവിതാന്ത്യം വരെ സുവിശേഷത്തിന് വേണ്ടി പോരാടുന്ന ഒരു ഉന്നതനായ പോരാളിയാക്കി മർക്കോസിനെ മാറ്റി തീർത്തു. അങ്ങനെയാണ് അലക്സാൻഡ്രിയയിൽ വെച്ച് അലക്സാൻഡ്രിയയിൽ ഒരു മതമുണ്ട്. ആ മതക്കാരാണ് മാർക്കോസിനെ കൊല്ലുന്നത്. അവർ കൊന്നതെങ്ങനെയാണ്? കൊന്നാൽ പോരാ, മറ്റുള്ളവരും കൂടി ഭയപ്പെടുന്നതിന് വേണ്ടി വഴിയിലൂടെ മരിക്കുന്നത് വരെ വലിച്ചിഴച്ചു എന്നാണ് നാം വായിക്കുന്നത്. അങ്ങനെയാണ് മർക്കോസിൻ്റെ മരണമായിട്ട്. നമ്മുടെ സമയം അവസാനിച്ചു തുടങ്ങി, അടുത്തതിലേക്ക് പോകാം. ലൂക്കോസാണ്. ലൂക്കോസിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമ്മൾ 8-ാമത്തെ ആളിലേക്ക് എത്തുകയാണ് കേട്ടോ. ലൂക്കോസ് 8-ാമത്തെ ആൾ. 4-ാം അധ്യായം 14-ാം വാക്യം ഒന്ന് വായിച്ച്. വൈദ്യനായ പ്രിയ ലൂക്കോസും. മതി. ലൂക്കോസിനെ കുറിച്ചുള്ള പരാമർശമാണ് വൈദ്യനായ പ്രിയ ലൂക്കോസ്. വൈദ്യനായ പ്രിയ ലൂക്കോസ്. അക്കാലത്തെ വൈദ്യ വിചക്ഷണനായിട്ടുള്ള ഒരാളായിരുന്നു ലൂക്കോസ്. ലൂക്കോസിന് ചികിത്സയൊക്കെ അറിയാമായിരുന്നു. ലൂക്കോസിൻ്റെ തൊഴിൽ അതായിരുന്നു. അവിടെ പൗലോസ് തന്നെ സംബോധന ചെയ്യുന്നത് വൈദ്യനായ പ്രിയ ലൂക്കോസ് എന്നാണ്. സുന്ദരമായൊരു പരാമർശം കൊണ്ടാണ് തന്നെ അഭിസംബോധന ചെയ്യുന്നത്. ലൂക്കോസിൻ്റെ ജീവിതത്തിൽ പൗലോസിൻ്റെ പിന്നാലെ നടക്കുമായിരുന്നു ലൂക്കോസ് ഒത്തിരി സ്ഥലങ്ങളിൽ പൗലോസിനെ അനുധാവനം ചെയ്തിട്ടുണ്ട്. വെറുതെ അനുധാവനം ചെയ്യൽ മാത്രമല്ല,
ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞ പരിപാടിയാണ് ലൂക്കോസ് നടത്തിക്കൊണ്ടിരുന്നത്. എന്താണെന്നറിയാമോ? അതാത് ദിവസങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചു. അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുന്ന പുസ്തകം ഒന്ന് എടുത്ത് നോക്കിക്കേ. അതിൽ പരാമർശിച്ചിരിക്കുന്ന ആളുകളുടെ പേരെണ്ണി തീർക്കാൻ പറ്റുമോ? എത്ര പേരുകളാണ് അതിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്? അതിലെ സംഭവങ്ങൾ എണ്ണി തീർക്കാൻ പറ്റുമോ? ആ സംഭവങ്ങളെക്കുറിച്ച് പ്രസംഗിച്ച് തീർക്കാൻ പറ്റുമോ? അത് മുഴുവൻ എഴുതിയതാരാണെന്നറിയാമോ? ലൂക്കോസ് എന്ന് പറയുന്ന പൗലോസിൻ്റെ മിഷണറി യാത്രയിൽ തന്നെ അനുധാവനം ചെയ്ത സന്തത സഹചാരിയായിരുന്ന ലൂക്കോസാണ് അത് മുഴുവൻ എഴുതിയത് എന്ന് നമുക്ക് കാണാം. ഈ എഴുത്തുകാരൻ വളരെ അപൂർവം സ്ഥലങ്ങളിലേ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ. ഞാൻ ലൂക്കോസ് എന്നും പറഞ്ഞ ഈ ലേഖനങ്ങൾ, ഈ അപ്പോസ്തല പ്രവൃത്തി എന്ന ചരിത്ര പുസ്തകത്തിൽ താൻ ഒരിടത്തും തന്നെ പരിചയപ്പെടുത്താൻ ഇടയായിട്ടില്ല. എന്നാൽ ചില സ്ഥലങ്ങളിൽ അദ്ദേഹം തന്നെയാണെന്ന് സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. 16-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് വായിച്ചേ. ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു. ആരെ വിളിച്ചിരിക്കുന്നു? ഞങ്ങളെ, അല്ലേ? എഴുത്തുകാരൻ സ്വയം പ്രത്യക്ഷപ്പെടുകയാണ്, അല്ലേ? ഞങ്ങളെ വിളിച്ചിരിക്കുന്നു. ഞങ്ങളെ എന്നാണ് അവിടെ പ്രയോഗം. ഞങ്ങൾ എന്നാണ് അവിടുത്തെ പ്രയോഗം എന്നാണ്. 20-ാം അധ്യായം 5-ാം വാക്യം ഒന്ന് വായിച്ച്. അവർ മുമ്പേ പോയി ത്രോവാസിൽ ഞങ്ങൾക്കായി കാത്തിരുന്നു. ത്രോവാസിൽ ഞങ്ങൾക്കായി കാത്തിരുന്നു. ലൂക്കോസും ആ കൂടെ ഉണ്ട്. ലൂക്കോസ് ഉണ്ട്, പൗലോസിൻ്റെ കൂടെ ലൂക്കോസ് ഉണ്ട്. ഞങ്ങൾക്കായി കാത്തിരുന്നു. 4-ാം വാക്യത്തിൽ സോപത്രോസ്, അരിസ്റ്റർഹോസ്, തെക്കുന്തോസ്, ഗായോ, തിമോത്തിയോസ്, തീക്കോസ്, ഇത്രയും ആളുകൾ ആ കൂടെ ഉണ്ട്. ത്രോഫിമോസ്, ഇത്രയും ആളുകളുണ്ട്. അവരുടെ എല്ലാവരുടെയും കൂടെ ഞങ്ങൾ എന്നാണ് ലൂക്കോസ് തന്നെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ കൂടെ ലൂക്കോസും ഉണ്ട്. അപ്പോൾ അവിടെ കാത്തിരുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 18-ാം വാക്യത്തിൽ പൗലോസ് തന്നെക്കുറിച്ച് പറയുന്നുണ്ട്. പേര് പറയുന്നില്ല. 8-ാം അധ്യായം 18-ാം വാക്യം. 2 കൊരിന്ത്യർ. ഞങ്ങൾ അവനോടുകൂടെ ഒരു സഹോദരനെയും അയച്ചിരിക്കുന്നു. സുവിശേഷ സംബന്ധമായുള്ള അവന്റെ പുകഴ്ച സകല സഭകളിലും പരന്നിരിക്കുന്നു. ലൂക്കോസിനെ കുറിച്ചുള്ള പൗലോസിന്റെ കമന്റാണ്. എന്താണ്? ഞങ്ങൾ അവനോട് കൂടി ഒരു സഹോദരനെയും അയച്ചിരിക്കുന്നു. പിന്നെന്താണ് വായിച്ചത്? സുവിശേഷ സംബന്ധമായുള്ള അവൻ്റെ പുകഴ്ച. സുവിശേഷ സംബന്ധമായുള്ള അവൻ്റെ പുകഴ്ച. അവൻ പുകഴ്ചയ്ക്ക് അർഹനായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ഒരു സഹോദരനാണ് എന്ന് അവിടെ പറയുന്നു. സകല സഭകളിലും പരന്നിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പൗലോസിൻ്റെ കാലത്ത് തന്നെ ഈ മനുഷ്യനെക്കുറിച്ചുള്ള വാർത്തകൾ വലിയ പ്രാധാന്യത്തോടെ സഭകളിലേക്ക് എത്തിയിരുന്നു. അതുപോലെ ഉള്ള ഒരു വാഗ്മിയും പ്രവർത്തന നിരതനായൊരു സഹോദരനുമായിരുന്നു ലൂക്കോസ് എന്ന് കാണാം. അവൻ ചരിത്രം യഥാർത്ഥമായി രേഖപ്പെടുത്തുന്ന ഒരു ചരിത്രകാരനായി ലൂക്കോസ് അറിയപ്പെടുമായിരുന്നു. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുന്ന ഒരു ചരിത്ര പുസ്തകമാണ്. അത് ആത്മനിയോഗത്താൽ എഴുതപ്പെട്ട ഒരു ചരിത്രമാണ്. അതുകൊണ്ടാണ് ഇത്ര അധികം ആളുകളുടെ പേര് വിട്ടുപോകാതെ രേഖപ്പെടുത്താനായിട്ട് നമ്മുടെ ലൂക്കോസിനിടയായിരുന്നു. 8-ാം അധ്യായം 19-ാം വാക്യം കൂടെ വായിച്ച്. അത്രയുമല്ല, കർത്താവിന്റെ മഹത്വത്തിനായും നമ്മുടെ മനസ്സൊരുക്കം കാണിപ്പാനായും ഞങ്ങളുടെ ശുശ്രൂഷയാൽ നടക്കുന്ന ഈ ധർമ്മകാര്യത്തിൽ അവൻ ഞങ്ങൾക്ക് കൂട്ടുയാത്രക്കാരനായി സഭകളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനും. അവിടെയും ഈ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ കൊണ്ട് അത് ലൂക്കോസിനെയാണ് പരാമർശിക്കുന്നത് എന്ന് നമുക്ക് കാണാം. പെട്ടെന്ന് കടന്നു പോകേണ്ടതുകൊണ്ട് ഞാൻ ആ ഭാഗത്തു നിന്നുകൊണ്ട് കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. നാം മുമ്പേ സൂചിപ്പിച്ച പോലെ മർക്കോസിനെ പോലെ തന്നെ ലൂക്കോസും ഇങ്ങനെ അവസാനത്തെ ലേഖനത്തിലും ലൂക്കോസ് പരാമർശിക്കപ്പെടുന്നു. മർക്കോസിൻ്റെ പരാമർശനം ഉണ്ടായത് 2 തിമോത്തിയോസിലാണ്. അത് നമുക്കറിയാം. അത് അവസാനത്തെ പൗലോസിൻ്റെ അവസാനത്തെ ലേഖനമാണ്. പൗലോസിന് തന്നെ അറിയാം. അതാണ് പ്രത്യേകത. ഇനി ലേഖനമൊന്നും എഴുതാൻ പോകുന്നില്ലെന്നറിയാം. അതുകൊണ്ട് പരാമർശിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളെ താൻ വിട്ടുപോകാതെ പറഞ്ഞു പോകുന്നതാണ് 2 തിമോത്തിയോസ് 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമുക്ക് കാണാം. 2 തിമോത്തിയോസ് 4-ാം അധ്യായം 11-ാം വാക്യം. ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ. ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ. അതിന് തൊട്ട് മുമ്പത്തെ വാക്യം കൊണ്ടൊന്ന് വായിച്ച്. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടു തെസ്സലോനിക്കയിലേക്ക് പോയി. ക്രേസ്കേസ് ഗലാത്തിക്കും തീത്തോസ് ദൽമാത്തിക്കും പോയി. ലൂക്കോസ് മാത്രമേ എന്നോട് കൂടിയുള്ളൂ. ദേമാസ് പുറകെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഭാഗത്തേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ലൂക്കോസിൻ്റെ മരണവും രക്തസാക്ഷി മരണം തന്നെയാണ്. അദ്ദേഹം ഗ്രീസിലെ ബെയോട്ടിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെടുകയാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നു. ഈ പറഞ്ഞ ആരെങ്കിലും പ്രായം തികഞ്ഞ് മരിച്ചതായി ഞാൻ പറഞ്ഞായിരുന്നു? ഇവർക്കെല്ലാം എന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ വെറും സഹോദരന്മാർ മാത്രമല്ല, ക്രിസ്തീയ സഭയുടെ രക്തസാക്ഷികൾ. ക്രിസ്തീയ സഭയുടെ രക്തസാക്ഷികളെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. പ്രത്യാശയുടെ ഏറ്റവും ഉന്നതമായ നിലയിൽ നിന്നുകൊണ്ട് മരണത്തെ തൃണവൽഗണിച്ച്, മരണമെന്ന് പറയുന്നത് തങ്ങളുടെ നിരന്തരമായ ജീവിതയാത്രയിൽ ഒരു നിസ്സാര സംഭവമായി കരുതി, വഴിയിലൂടെ വലിച്ചിഴച്ചും വാൾ കൊണ്ട് വെട്ടിയും
മൃഗങ്ങളാൽ വേട്ടയാടപ്പെട്ടും കൊല്ലപ്പെട്ടവരായി, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെത്തിന്, സർക്കാർ തന്നെ കൊല്ലുന്നവരായി. സംരക്ഷണം കൊടുക്കേണ്ട ആൾക്കാരാകട്ടോ സർക്കാർ നമ്മളെ സംരക്ഷിക്കേണ്ട ആളുകളാണ്. അവരുടെ പോലീസ് സംവിധാനം, അവരുടെ നിയമ സംവിധാനം, അവരുടെ ഭരണകർത്താക്കൾ ഒക്കെ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ ക്രിസ്തീയ പ്രത്യാശയുടെ ഉന്നത ശ്രേണിയിൽ നിന്നിരുന്ന ആളുകൾ അവരെല്ലാം ഇത്തരത്തിൽ ഭരണകൂടത്തിൻ്റെ ഒത്താശയോടെ മതസ്പർദ്ധയുടെ അങ്ങേയറ്റത്തിൽ അവർ വഴിയോരങ്ങളിൽ കൊല്ലപ്പെട്ട് വീണവരാണ്. ലൂക്കോസ്, മർക്കോസ്, അരിസ്റ്റർക്കോസ്, തീത്തോസ്, ഈ പറഞ്ഞ ബർന്നബാസ്, ഇവരൊക്കെയും കൊല്ലപ്പെട്ട ആളുകളാണ്. പൗലോസ് പോലും കൊല്ലപ്പെടുകയാണ്. അതുകൊണ്ട് ക്രിസ്തീയ രക്തസാക്ഷികളെക്കുറിച്ചുള്ള ഒരു പഠനമായതുകൊണ്ടാണ് കൊലോസി ലേഖനത്തിലെ ഈ ആളുകളെ ഇങ്ങനെ പരിചയപ്പെടുത്തണമെന്ന് ദൈവാത്മാവ് എനിക്ക് തോന്നിപ്പിച്ചത്. ഞാൻ വായിച്ചിട്ടുള്ള പഠന ഗ്രന്ഥങ്ങളിലൊന്നും ഇങ്ങനെ ആളുകളെ പരിചയപ്പെടുത്തിയിട്ടില്ല. ഞാനത് പറയാനിടയായത് കൊലോസി ലേഖനത്തിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ച ഒരു പ്രത്യേകത, ഈ പേരെടുത്ത് പറയപ്പെട്ട സകല ആളുകളും കൊല്ലപ്പെട്ടവർ. ചരിത്രത്തിൻ്റെ ഏതൊക്കെയോ സന്ധികളിൽ വഴിയോരങ്ങളിൽ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഒരിക്കലും അറിയാതെ വഴിയോരങ്ങളിൽ കൊല്ലപ്പെട്ടു വീണവർ, ചതിച്ചു കൊല്ലപ്പെട്ടവർ, പ്രസംഗിക്കുമ്പോൾ കൊല്ലപ്പെട്ടവർ, കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ടവർ, ക്രൂശിക്കപ്പെട്ടവർ, വാളിനാൽ കൊല്ലപ്പെട്ടവർ, വഴിയിലൂടെ മരണം വരെ വലിച്ചിഴക്കപ്പെട്ടവർ, ഇവരുടെ എല്ലാം പേരുകളാണ് കൊലോസി ലേഖനകാരൻ വിട്ടുപോകാതെ 12 എണ്ണം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതിലെ ചിലരാണ് കൊല്ലപ്പെടാത്ത ചില ആളുകളുണ്ട്. അവരെക്കുറിച്ച് നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് അവസാനിക്കാം. 4-5 മിനിറ്റ് കൂടി ഉണ്ടല്ലോ, നമുക്ക് അവരെയും കൂടി നോക്കിപ്പോകാം. അതുകൊണ്ട് തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ എന്ന് പൗലോസ് പറഞ്ഞു. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ലൂക്കോസ് പൗലോസിനോട് വിട്ടുപോകാത്ത ഒരാളെന്ന് മാത്രമല്ല, ദൈവവചനത്തോടുള്ള, ദൈവരാജ്യത്തോടുള്ള, തൻ്റെ രക്ഷയ്ക്ക് നിദാനമായി ക്രൂശിൽ മരിച്ച കർത്താവിനോടുള്ള അചഞ്ചലമായ വിശ്വസ്തതയും സ്നേഹവും പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് പൗലോസിനോടുകൂടെയുള്ള തുടർയാത്ര എന്ന് ലൂക്കോസ് വിശ്വസിച്ചതുകൊണ്ടാണ് ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ എന്ന് പൗലോസ് പറയാൻ ഇടവന്നത് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് 84-ാം വയസ്സിൽ ബോയേറ്റിയ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ബിയോട്ടിയ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഗ്രീക്കുള്ള സ്ഥലമാണ്. അവിടെ വെച്ചാണ് പൗലോസ് 84-ാമത്തെ വയസ്സിൽ കൊല്ലപ്പെടുന്നത്. സാധാരണ ആളുകൾ കൊലപാതകം ചെയ്യുന്ന കഠിനരായ മനുഷ്യർ ഒത്തിരി പ്രായമുള്ള ആളുകളാണ് അവർ വെറുതെ, അല്ലേ? കണ്ടിട്ടില്ലേ അങ്ങനത്തെ സംഭവങ്ങൾ? ആ പ്രായമുള്ള ആൾ കൊട എന്ന് വിചാരിക്കും. ഇവിടെ സംഭവിച്ചെന്ന് നോക്കി, 84 വയസ്സുള്ള വയോധികനായ ഈ വൃദ്ധനായ മനുഷ്യൻ ഒരു ദയവും അർഹിക്കുന്നില്ല എന്ന് തീരുമാനിച്ചതാരാ? അവൻ കർത്താവിന് വേണ്ടി അവിടെ ഗ്രീസിലെ ബയോട്ടിയ, തൻ്റെ ജന്മസ്ഥലത്തു നിന്ന് എത്രയോ ദൂരെ, അവിടെ വെച്ച് ലൂക്കോസ് കൊല്ലപ്പെട്ടതായിട്ട് തിരുവചനം രേഖപ്പെടുത്തി. ഇനി നമ്മൾ കാണുന്നത്, അപ്പോൾ നമ്മൾ 8 പേരായി കേട്ടോ. 9, 10, 11, 12, ഇനി 4 പേരും കൂടെ ഉണ്ട്. നോക്കാം, തിരുവെന്ന് നോക്കാം. യൂസ്തോസ് എന്ന് പറയുന്ന ഒരാളെ പറയുന്നത് ഒറ്റ സെന്റൻസേ പറഞ്ഞിട്ടുള്ളൂ. യൂസ്തോസ് 4:11. യുസ്തസ് എന്ന് പറയുന്ന യേശുവും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഇദ്ദേഹത്തിന് ഒരു പേരും കൂടെ ഉണ്ട്, യൂസ്തോസ് എന്ന യേശു. യേശു എന്ന് പറയുന്ന കർത്താവ് ഉള്ളത് കൊണ്ടാണ് യൂസ്തോസ് എന്ന് പിന്നീട് ഇദ്ദേഹം അറിയപ്പെടാനിടയായത്. ശരിക്കുള്ള പേര് യേശു എന്ന്. അപ്പോൾ യൂസ്തോസ് എന്ന യേശുവും നിങ്ങളെ വന്ദനം ചെയ്യുന്നുവെന്നാണ് പ്രയോഗം. യൂസ്തോസ് എന്ന യേശു എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, പൗലോസ് ഒരാളെ വന്ദനം ചെയ്യുമ്പോൾ ഇന്നയാളും കൂടി നിങ്ങളെ വന്ദനം ചെയ്യുന്നു എന്ന് പറയണമെങ്കിൽ തന്നോട് തോൾ ചേർന്ന് നിന്ന് ദൈവവചനത്തോട് അചഞ്ചലമായ വിശ്വസ്തത കാത്തു സൂക്ഷിച്ച, ദൈവത്തോട് പ്രതിബദ്ധതയുള്ള, കർത്താവിനെ സ്നേഹിക്കുന്ന ഒരുവനായതുകൊണ്ടാണ് യൂസ്തോസിൻ്റെ പേര് പരാമർശിക്കപ്പെട്ടതെന്ന് ഒരൊറ്റ വാചകത്തിൽ പറഞ്ഞു നിർത്താം. അതുകൊണ്ട് യൂസ്തോസ് എന്ന് പറയുന്ന മനുഷ്യനും ഇതുപോലെയുള്ള ഉന്നതമായൊരു വ്യക്തിത്വമായിരുന്നു എന്ന് നമുക്ക് കാണാം. യൂസ്തോസിൻ്റെ മരണത്തെ സംബന്ധിച്ച് ഞാൻ പരിശോധിച്ചില്ല, വേണമെങ്കിൽ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നോക്കാവുന്നതാണ്. ഞാനൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് യൂസ്തോസ് എന്ന് പറയുന്ന ആൾ പൗലോസ് അങ്ങനെയാണ് പരിഗണിക്കപ്പെട്ടത് എന്ന് നമുക്ക് കാണാം. ആ പറഞ്ഞ വാക്യത്തിലൊരു പ്രത്യേകതയുണ്ട്. 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ, യേശു നിങ്ങളെ വന്ദനം ചെയ്യുന്നു, പരിച്ഛേദനക്കാരിൽ ഇവർ മാത്രം ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാരായിട്ട് എനിക്ക് ആശ്വാസമായി തീർന്നു. ആരും കൂടി? യൂസ്തോസും കൂടി.
വേറെ പേര് പറയുന്ന പ്രഗത്ഭരായിട്ടുള്ള ആളുകൾക്ക് മുകളിലുണ്ട് കേട്ടോ. അരിസ്തോട്ടോസും ബർന്നബാസും ഒക്കെ ഉണ്ട്. പക്ഷെ യൂസ്തോസിനെ പൗലോസ് വിട്ടുപോയില്ല. എന്നിട്ട് പറഞ്ഞത് എന്താണ്? എനിക്ക് ആശ്വാസമായി തീർന്ന പരിച്ഛേദനക്കാരുടെ കൂടെ ആരും കൂടിയുണ്ട്? യൂസ്തോസും. അപ്പൊ കുറഞ്ഞ ആളൊന്നുമല്ല. പേര് പരാമർശിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഉന്നതമായൊരു സംഗതിയാണ് ദൈവജനത്തിൽ. അതും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയാണ് പരാമർശിക്കപ്പെടുന്നതെങ്കിൽ സംശയമേതുമില്ല. ത്യാഗധനമായ വിശ്വാസ ജീവിതം ജീവിച്ച ഒരാൾ തന്നെയായിരുന്നു യൂസ്തോസ് എന്ന് കാണാം. അത്രയേ പരാമർശിക്കപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് നമുക്ക് പാരമ്പര്യ കഥകളിലേക്ക് അധികം പോകണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ അദ്ദേഹത്തെ സെർച്ച് ചെയ്യാനാണ്. അതുകൊണ്ട് യൂസ്തോസും ഉന്നതമായ ഒരു വ്യക്തിത്വമായിരുന്നു എന്ന് നമുക്ക് കാണാം. നമുക്ക് 10ാമത്തെ ആളിലേക്ക് വരാം. ദേമാസ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കൂടുതൽ പറയാനുണ്ട്. നമുക്ക് 2-3 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ദേമാസ് എന്ന് പറയുന്നത് 4-ാം അധ്യായം 14-ാം വാക്യം ഒന്ന് വായിച്ചേ. വൈദികനായ പ്രിയ ലൂക്കോസും ദേമാസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ലൂക്കോസും ദേമാസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു എന്ന് കാണാം. ഫിലോമോൻ എഴുതിയ 24-ാം വാക്യത്തിലും ഇതേ വന്ദനം കാണാം. 24-ാം വാക്യം ഫിലോമോന്റെ ലേഖനം. എന്റെ കൂട്ടുവേലക്കാരനായ മർക്കോസും അരിസ്തർക്കോസും ദേമാസും ലൂക്കോസും നിനക്ക് വന്ദനം ചൊല്ലുന്നു. ദേമാസും ലൂക്കോസും അരിസ്തർക്കോസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഈ സമയത്തൊക്കെ പൗലോസിന് ഇദ്ദേഹത്തോട് താല്പര്യമുണ്ട് എന്ന് നമുക്ക് തോന്നും. പക്ഷെ പൗലോസ് ഇവനെ ശരിക്കും തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് വരുന്ന സംഭവങ്ങൾ നമുക്ക് അതിലേക്ക് വെളിച്ചം വീശുന്നതാണ്. പൗലോസ് ഒരു വെറുതെ ഒരു ആളൊന്നുമല്ല. പൗലോസിന് ഈ വ്യക്തികളെ മനസ്സിലാക്കാനായിട്ടുള്ള വലിയ കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് പൗലോസ് ദേമാസ് എങ്ങനെയുള്ള ആളാണെന്ന് നേരത്തെ മനസ്സിലാക്കിയിരിക്കണം എന്ന് ഞാൻ ഊഹിക്കുകയാണ്. അത് തെറ്റുപറ്റാനിടയില്ല പൗലോസിന്. എന്താ 2 തിമോത്തിയോസ് 4-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് വായിച്ചേ. ദേമാസ് ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടു തെസലോനിക്കയിലേക്ക് പോയി. മതി. പൗലോസിനെ വിട്ട് തെസലോനിയിലേക്ക് പോയി എന്ന് മാത്രമല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദേമാസ് എന്ത് ചെയ്തിട്ട് പോയി എന്നാണ്. എന്താണ് ദേമാസിനെ പൗലോസിൻ്റെ അടുത്തുനിന്ന് പോകാൻ പ്രചോദിപ്പിച്ച സംഗതി? ലോകസ്നേഹം അല്ലേ? ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി. ഞാൻ വിചാരിക്കുന്നത്, ഞാൻ ഇടയ്ക്ക് അത്ഭുതത്തോടെ ചിന്തിക്കാറുണ്ട്, ഒരു മനുഷ്യൻ്റെ ജീവചരിത്രം ഒരു സെൻറ്റൻസ് കൊണ്ട് എഴുതാൻ പറ്റുമോ? പറ്റും. ആർക്കെഴുതാൻ പറ്റും? പരിശുദ്ധാത്മാവിന് പറ്റും. ഇത് എഴുതി വെച്ചേക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവചരിത്രം. ദേമാസും അരിസ്തർഹോസും ലൂക്കോസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു, ഞാനും വന്ദനം ചെയ്യുന്നു. വീണ്ടും ഫിലോമോൻ എഴുതിയ ലേഖനത്തിൽ കൊലോസ്യ സഭ കൂടുന്ന ഫിലോമോൻ്റെ വീട്ടിലാണെന്ന് വിചാരിക്കുക. അവിടെയുള്ള ആളുകൾക്ക് വന്ദനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് വീണ്ടും പൗലോസ് കത്തെഴുതി. എന്നിട്ട് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ തൻ്റെ ജീവിതകാലത്ത് താൻ എഴുതി തീർത്ത പുസ്തകങ്ങളിലെ അവസാന പുസ്തകത്തിൽ തൻ്റെ മരണത്തിന് മുമ്പ് ഇവനാരാണെന്ന് വെളിപ്പെടുത്തി. അവൻ തന്നെ വെളിപ്പെടുത്തി. ഇവനാരാണ്? ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടു പോയവനാണ്. ഇതാണ് ഏറ്റവും ചെറിയ ജീവചരിത്രം. ഒരാളുടെ വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയ ജീവചരിത്രമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി എന്നുള്ളതാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ദേമാസ് പൗലോസിൻ്റെ കൂടെ നടന്നു. ഒരു പ്രത്യേകതയുണ്ട്, പൗലോസിൻ്റെ കൂടെ നടക്കുന്നവർക്കൊരു പ്രത്യേകതയുണ്ട്. പൗലോസ് ഒരു കാന്തമാണ്, ഒരു മാഗ്നറ്റാണ്. അസാധ്യമായ ശക്തിയുള്ള ഒരു കാന്തിക ശക്തിയുള്ള ഒരു കാന്തമാണ് പൗലോസ്. അതിൻ്റെ തൊട്ടടുത്തുകൊണ്ട് ഇരുമ്പ് കഷ്ണം വെച്ചാൽ എന്ത് സംഭവിക്കും? കാന്തമായി മാറും അല്ലേ? നമ്മളൊക്കെ വളരെ ചെറുപ്പകാലത്ത് നമ്മുടെ പരീക്ഷണങ്ങളിൽ, പ്രധാന പരീക്ഷണങ്ങളിൽ ഒന്നായിരുന്നു. അതിൽ ഒത്തിരി പീഡനം അനുഭവിച്ചിട്ടുള്ള 2 വ്യക്തികളാണിത്, കാന്തവും ഇരുമ്പും. നമ്മൾ അടുപ്പിച്ച് വയ്ക്കും അല്ലേ? അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇരുമ്പ് കഷ്ണത്തിന് കാന്തിക ശക്തി കിട്ടും. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ അന്നേരം ചെന്നിട്ട് ഒരു മുട്ടുസൂചിയിലേക്ക് ഈ ഇരുമ്പ് സൂചി കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ മുട്ടുസൂചി അതിൽ പിടിക്കും. 2 ദിവസം കഴിഞ്ഞിട്ട് പിടിപ്പിച്ചാലോ അവൻ ഇരുമ്പായി മാറും. അവന് കാന്തിക ബലമില്ല. അതുപോലെ ഉന്നതമായൊരു വ്യക്തിത്വത്തിൻ്റെ കൂടെ ഇരുന്നപ്പോൾ ദേമാസ് ഉയർന്ന വ്യക്തിവിശേഷങ്ങളുള്ള ഒരാളായി പരിഗണിക്കപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വന്ദനമൊക്കെ വന്നത്. പിന്നീട് എന്ത് സംഭവിച്ചെന്നറിയാമോ? അവിടെ റോമിൽ പൗലോസും എപ്പഫ്രാസും തടവില്ല, വീട്ടുതടവില്ല. ആൾക്കാർക്ക് ചെന്ന്, പ്രിയപ്പെട്ടവർക്കൊക്കെ ചെന്ന് കാണാം. ദേമാസും അവിടെ ചെല്ലുമായിരുന്നു. പൗലോസിനെയും എപ്പഫ്രാസിനെയും കാണാൻ ചെല്ലുമായിരുന്നു. അവിടെ ഇരുന്നിട്ട് ഞാൻ അങ്ങനെ ഊഹിക്കുക കേട്ടോ, അതിന് തെളിവൊന്നും ചോദിച്ചേക്കരുത് കേട്ടോ. അവിടെ ഇരുന്നിട്ട് എപ്പഫ്രാസും പൗലോസും ദേമാസും കൂടിയിട്ട് ദൈവവചനത്തെക്കുറിച്ച് അനേക സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടായി. പൗലോസ് അവനെ ഉന്നതമായൊരു ദൈവദാസനായി മാറത്തക്ക തരത്തിലുള്ള അനേക ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ടാവാം. അതൊക്കെ ദേമാസ് കേട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ദേമാസിനെ അവിടെ കിടക്കേണ്ട കാര്യമില്ല.
ദേമാസ് തടവിലല്ലോ, തടവിലാണല്ലോ അവിടെ കിടക്കാൻ പറ്റും. ദേമാസ് അത് കഴിഞ്ഞിട്ട് നേരെ എങ്ങോട്ട് പോരും? തെസലോനിക്കയിലേക്ക് വരും, നഗരം, തൊട്ടടുത്ത നഗരത്തിലേക്ക്. അടുത്ത നഗരം റോമിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പിന്നീട് റോമിലാണ് ഇവർ തടവിലായിരിക്കുന്നത്. ദേമാസ് അവിടെ നിന്ന് യാത്ര ചെയ്ത് തെസലോനിക്കയിലേക്കൊക്കെ പോകും, നഗരങ്ങളിലേക്കൊക്കെ പോകും. അന്ന് തെസലോനിക്ക വലിയൊരു നഗരമാണ്, നഗരത്തിൽ ഒത്തിരി സാധ്യതകളുള്ള ഒരു നഗരമാണ് തെസലോനിക്ക എന്ന് പറയുന്ന നഗരം. പുള്ളി പുറത്തു പോയപ്പോൾ പുള്ളിക്ക് ബന്ധങ്ങളുണ്ടായി, പുറത്തു പോയിട്ട് ബന്ധങ്ങളുണ്ടായി. ഞാൻ വളരെ അത്ഭുതത്തോടെ ഈ ദേമാസിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് അവർ ചെറിയ ജോലിക്കൊക്കെ പോയി തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ അവർ ചെറിയ മുടയൊക്കെ കാണിച്ചു തുടങ്ങും. ആരാധനയ്ക്ക് തുടങ്ങി, ഇന്ന് ഭയങ്കര ക്ഷീണം, ഞാൻ ജോലി കഴിഞ്ഞ് വന്നല്ലേ എനിക്ക് ഭയങ്കര ക്ഷീണം, അവൻ വൈകിട്ട് പ്രാർത്ഥനയ്ക്ക് വരില്ല. അവൻ ദേമാസായിട്ട് രൂപാന്തരപ്പെടുക കേട്ടോ. നോക്കിയിരുന്നു, പണി കഴിഞ്ഞ് വന്നാൽ അവന് ക്ഷീണം, പഠിക്കാൻ പോയിട്ട് വന്നാൽ ക്ഷീണം. 65 വയസ്സുള്ള അപ്പൻ രാവിലെ 9 മണി മുതൽ 8 മണി മുതൽ 6 മണി വരെ പണിതിട്ട് പുള്ളിക്കൊരു ക്ഷീണമില്ല, പുള്ളി പ്രാർത്ഥനയ്ക്ക് വരും. 22 വയസ്സുള്ള മകൻ രാവിലെ 9:30 സ്കൂളിൽ ചെന്നിട്ട് കോളേജിൽ ചെന്നിട്ട് 4 മണിക്ക് വീട്ടിൽ വന്നിട്ട് മൂക്കുമുട്ട ഫുഡും കഴിച്ചിട്ട് അവന് ക്ഷീണം. ദേമാസായിട്ട് മാറ്റപ്പെടുകയാണ്. അപ്പം നമ്മൾ തോന്നും അവൻ പയ്യനല്ലേ, അവന് ക്ഷീണം കാണുമെന്ന് തോന്നും. അല്ലെങ്കിൽ അവൻ പറയും എനിക്കിന്ന് പഠിക്കാനുണ്ടല്ലോ. നമ്മുടെ ആൾക്കാരൊക്കെ കൂലിപ്പണിയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് ഇവൻ എന്നതാ പഠിക്കുന്നതെന്നൊന്നും അവർക്ക് നോക്കാനറിയില്ല. എന്നോടാണ് എനിക്കിന്ന് പഠിക്കാനുണ്ടെന്ന് പറയുന്നതെങ്കിൽ ശരി, ഇന്ന് നീ എന്താ പഠിക്കാൻ പോകുന്നത്? ഇപ്പോൾ ഞാൻ ഇന്ന പറയാം, ഓക്കെ, വളരെ ക്ലിയറാണ്. തിരിച്ചു വരുമ്പോൾ എന്തുണ്ടാവും? നീ പഠിച്ചത് എവിടെ എന്ന് ചോദ്യമാണ്. അവൻ ഏറ്റവും എളുപ്പം ഏതാ? ഇവിടെ വന്ന് ദൈവവചനം കേട്ടിരിക്കില്ല, പഠിക്കുന്നതിനേക്കാൾ വീട്ടിലിരുന്നാലും അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദേമാസായി രൂപാന്തരപ്പെടുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഈ ദേമാസിന് എന്ത് സംഭവിച്ചു എന്നറിയോ? ദേമാസ് റോമിലുള്ള തടവിടത്തിൽ നിന്നും പുറത്തോട്ടിറങ്ങിയപ്പോൾ തടവിടമല്ല ലോകമെന്നും അതിലും സുന്ദരമായ ആകർഷണീയമായൊരു ലോകം പുറത്തുണ്ടെന്നും ദേമാസ് മനസ്സിലാക്കി. ദേമാസ് അതിനെ നിഷേധിച്ച് മറ്റവരുടെ കൂടെ തിരിച്ചു ചെല്ലേണ്ട ഒരാളായിരുന്നു. പക്ഷേ ദേമാസിന് എന്ത് സംഭവിച്ചു? ദേമാസ് ലോകത്തിൻ്റെ മോഹങ്ങളിൽ മുഴുകിപ്പോയതായി നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് ഈ പറഞ്ഞതായിട്ടുള്ള ദേമാസ് പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് റോമിലെ പല സംഭവങ്ങളും കാണുന്നുണ്ട് കേട്ടോ. അവിടെ ഈ കൊളോസിയം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. ബാക്കിയുള്ള ആൾക്കാരെ നമുക്ക് അടുത്ത ആഴ്ച പരിചയപ്പെടാം, എന്നിട്ട് നമുക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് പോകാം. അപ്പോൾ 10 ആളെ നമ്മൾ കണ്ടു, ഇനി 2 പേരേ ഉള്ളൂ ചെറിയ ആൾക്കാരാണ്, അവരെ നമുക്ക് അടുത്ത ആഴ്ച പരിചയപ്പെടാം. ഈ ദേമാസ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ കൊളോസിയം എന്ന് പറഞ്ഞൊരു സംഗതി പണി നടക്കുകയാണെന്നാണ് ഞാൻ ഇന്ന് നോക്കിയപ്പോൾ കണ്ടേ. കൊളോസിയം എന്താണെന്ന് അറിയാമല്ലോ? മൃഗയുദ്ധവും മനുഷ്യർ തമ്മിലുള്ള പോരാട്ടം, മരണം വരെ ഉള്ള പോരാട്ടം നടക്കുന്ന റോമിലെ പ്രസിദ്ധമായിട്ടുള്ള, ഒരു പക്ഷേ കുപ്രസിദ്ധമായിട്ടുള്ള ഒരു പോരാട്ട ഗാലറിയാണ് ഈ പറഞ്ഞ സംഭവം. കൊളോസിയത്തിലൊക്കെ പോയി ദേമാസ് കുറച്ചു നേരം വായി നോക്കി ഇരുന്ന് കാണും. പക്ഷേ എന്ത് സംഭവിച്ചു? ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടുപോയി എന്ന് പൗലോസ് എഴുതി. ആത്യന്തികമായി ദൈവത്തോടുള്ള ബന്ധം ദേമാസ് ഉപേക്ഷിക്കേണ്ടി വന്നു. നമ്മൾ ആദ്യം പറഞ്ഞ 4 പേരും ഈ അവസാനക്കാരനെ തമ്മിലൊന്ന് ചിന്തിച്ച് നോക്കിയേ, എന്തൊരു വ്യത്യാസമല്ലേ? ആദ്യം പറഞ്ഞ 4 പേരും വിശ്വസ്തരായിരുന്നു. ഇത് വീണ്ടും വന്നു, മർക്കോസ് വന്നു, ലൂക്കോസ് വന്നു, ബർണബാസ് വന്നു, അല്ലേ? ഇവരൊക്കെ എത്രയോ വിശ്വസ്തരായ മനുഷ്യരാണ്. എന്നാൽ അരിസ്റ്റർഹോസ് വന്നു. എന്നാൽ ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി എന്ന് ദൈവാത്മാവ് സാക്ഷ്യം രേഖപ്പെടുത്തി. എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. അടുത്ത ആഴ്ച നമുക്ക് ഈ 2 പേരെയും ബാക്കിയുള്ള കാര്യങ്ങളും കൂടി സംസാരിക്കാൻ ദൈവനാമം മഹത്വമാറാം.